മനുഷ്യൻ്റെ ഏറ്റവും പ്രൊഡക്റ്റീവ് ഏജ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ യു ക്യാൻ സേ ബിറ്റ്വീൻ 60-70. തലച്ചോറിനെ വെല്ലുന്ന ഒരു കമ്പ്യൂട്ടർ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. സൗത്ത് ഇന്ത്യൻ ഡയറ്റ് ഈസ് മച്ച് മോർ ന്യൂട്രീഷ്യസ് ദാൻ അതർ സ്റ്റേറ്റ് ഓഫ് കൺട്രീസ്. ഈ മൈൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ഈ മെമ്മറി സ്റ്റോർഡ് ഏരിയ തന്നെയാണ് മൈൻഡ് എന്നൊക്കെ പറയാൻ പറ്റുന്നത്. സ്പീഷീസ് എന്നുള്ള നിലയ്ക്ക് 95 years ആണ് ആവറേജ് ലൈഫ് സ്പാൻ. അത് നമ്മളിപ്പോഴും എത്തിയിട്ടില്ല. അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുകയോ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അത് ശരിയോ തെറ്റോ എന്ന് തന്നെ നമുക്ക് അറിഞ്ഞൂടാ. കാരണം സയൻസ് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് അല്ലല്ലോ, സ്റ്റിൽ ഡെവലപ്പിംഗ്. കേരളത്തിൽ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഹെൽത്ത് ചലഞ്ചസ് അല്ലെങ്കിൽ എന്താണ് പുതിയ ഗവൺമെൻറ് ഒരു പോളിസി ഡയറക്ഷൻ പറയാനുള്ളത്? നമ്മുടെ ഹെൽത്ത് സിനാറിയോ ഈയിടെയായിട്ട് വളരെയേറെ മാറിക്കഴിഞ്ഞു. ഹെൽത്ത് ഡെലിവറി സിസ്റ്റം തന്നെ മാറിക്കഴിഞ്ഞു. നമുക്കൊരു സ്റ്റേജിൽ കേരള മോഡൽ എന്ന് പറഞ്ഞു വെച്ച് അക്സസിബിലിറ്റി, അഫോർഡബിലിറ്റി ആൻഡ് എഫിഷ്യൻസി ആയിരുന്നു വാച്ച് വേർഡ്സ്. അത് WHO തന്നെ അംഗീകരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ആൻഡ് ഓഫ് കോഴ്സ് അത് ദാറ്റ് സ്റ്റിൽ കണ്ടിന്യൂസ് എന്നേ പറയാൻ പറ്റുള്ളൂ. അത് ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും വളരെയേറെ ഒരു ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലല്ലാത്ത രീതിയിൽ ഉള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. പ്രത്യേകിച്ചും ഒരു കോർപ്പറേറ്റൈസേഷൻ ഓഫ് പ്രൈവറ്റ് സെക്ടർ അത് വലിയ രീതിയിൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സായിട്ട് തന്നെ മാറുന്നു. നമ്മൾ ഡോക്ടേഴ്സൊക്കെ ഹെൽത്തിൽ നിന്ന് കാണുന്ന ഒരു ബിസിനസ്സായിട്ടല്ല, ഇറ്റ്സ് എ സർവീസ് എന്നുള്ള കണക്കിന്. അവർ യു ഹാവ് ടു കമ്പൈൻ ബോത്ത് സർവീസ് ആസ് വെൽ ആസ് ബിസിനസ് ആസ്പെക്റ്റ്. അപ്പോൾ ഇപ്പോഴത്തെ ഈ കണക്കിനുള്ള എക്വിറ്റി, പവറിൻ്റെ എക്വിറ്റിയൊക്കെ ഇൻവോൾവ് ചെയ്ത് കഴിയുമ്പോൾ അതിലേക്ക് ഡ്രാസ്റ്റിക്കായിട്ട് മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇത് ഇൻവോൾവ് ചെയ്യുന്നത് തന്നെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഫാസ്റ്റായിട്ടാണ്. ഇപ്പോൾ കേരളത്തിൽ എടുക്കുകയാണെങ്കിൽ എല്ലാ മേജർ ഹോസ്പിറ്റൽസും വൺ ഓർ ദ അതർ ഇൻ്റർനാഷണൽ പ്രൈവറ്റ് സെക്ടറിൻ്റെ കീഴിലായി കഴിഞ്ഞു എന്നുള്ളതാണ്. ദാറ്റ് ഈസ് നോട്ട് എ ഗുഡ് ട്രെൻഡ് എന്നുള്ളത്. അത് മാത്രമല്ല, നമ്മൾ ഒരു പബ്ലിക് ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഈ എംഫസിസ് ഹാസ് ടു ബി പ്രൈമറിലി ഓൺ പ്രൈമറി ഹെൽത്ത്, പിന്നെ സോഷ്യൽ ഡിറ്റർമിനൻറ്റ്സ് ഓഫ് ഹെൽത്ത്. ഇപ്പോൾ ശുദ്ധവായു, ശുദ്ധവെള്ളം, ന്യൂട്രീഷൻ, നല്ലൊരു എൻവയോൺമെൻറ്റ്, ഇതെല്ലാം തന്നെ ബേസിക്കായിട്ടൊരു ഹെൽത്തി ലിവിങ്ങിന് ആവശ്യമുള്ള കാര്യമാണ്. അതിന് ആവശ്യത്തിനുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടോ, ചെയ്യുന്നോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. പിന്നെ ടോട്ടൽ ഫണ്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഹെൽത്ത് സെക്ടറിൻ്റെ ഫണ്ട് പോരാന്നുള്ളതാണ്. നമ്മൾ DGPയുടെ 5% എങ്കിലും ഹെൽത്തിന് വേണ്ടി മാറ്റിവെക്കണമെന്നാണ്. ഇപ്പോൾ 1%, 1.2% മറ്റൊക്കെ ഉള്ളൂ. 80% വരെ ഇപ്പോൾ കുറച്ചുകൂടെ മാറ്റം കാണുമായിരിക്കും. ഒരു 60% ഇപ്പോഴും ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചറാണ് ഉണ്ടാകുന്നത്. പിന്നെ ഇൻഷുറൻസ് ഡ്രിവൻ ഒരു ഹെൽത്ത് സെക്ടറായിട്ട് മാറിക്കൊണ്ട്, പ്രൈവറ്റ് ഇൻഷുറൻസ് പർട്ടിക്കുലർലി. അപ്പോൾ ഗവൺമെൻറ് ഓൾസോ ഇസ് പിച്ചിങ് ഇൻ. ആയുഷ്മാൻ ഭാരതും സ്റ്റേറ്റിൻ്റെയൊക്കെ ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ട്. അപ്പോൾ അവിടെ തന്നെ ഇൻഷുറൻസ് മോഡൽ ഇറ്റ് ഇസ് നോട്ട് എ സസ്റ്റൈനബിൾ മോഡൽ ഓർ ഐഡിയൽ മോഡൽ. ഇപ്പോൾ അമേരിക്കൻ ഹെൽത്ത് സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എൻറ്റയർലി ബേസ്ഡ് ഓൺ ഹെൽത്ത് ഇൻഷുറൻസ്. ഇറ്റ് ഈസ് എ ഫ്രാഗ്മെൻറ്റഡ് ഹെൽത്ത് ഡെലിവറിയാണ് അവിടെ നടക്കുന്നത്. അമേരിക്കയിൽ ഇത്രയൊക്കെ സമ്പന്നമായിട്ടുള്ള രാജ്യമായിട്ട് പോലും 40% ഓഫ് ദ പീപ്പിൾ ഹാവ് ഡിലേഡ് ഹെൽത്ത് കെയർ ഓർ ഡിനൈഡ് ഹെൽത്ത് കെയർ എന്നുള്ളതാണ്. നമ്മൾ ഈ ഇൻഷുറൻസ് മോഡലും ഇതുപോലെ ഒരു അമിതമായിട്ടുള്ള ഒരു ഫോറിൻ ഇൻവോൾവ്മെൻറ്റ് ഇൻ ഹെൽത്ത് സെക്ടർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം കണക്കിലേക്ക് ചിലപ്പോൾ പോയി വരും. കേരളത്തിൻ്റെ ബേസിക് പണ്ട് മുതലേയുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ സോഷ്യൽ ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്തൊക്കെ ഒരു പരിധിവരെ നാച്ചുറലി എൻഡോർഡാണ്. എൻവയോൺമെൻറ്റൽ ഹൈജീനും പ്രൊട്ടക്ഷനുണ്ട്. ഈവൻ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്ന ഹാബിറ്റ്സും പേഴ്സണൽ ക്ലീൻലിനെസ്സും ഇതെല്ലാം തന്നെ പണ്ട് മുതലേ ട്രഡീഷണലായിട്ട് വിമൻ എഡ്യൂക്കേഷൻ,
ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം അതിന് ഹെൽപ്ഫുള്ളാണ്. ന്യൂട്രീഷൻ്റെ കാര്യമാണെങ്കിലും പോലും നോർമലി നമ്മുടെ ഡയറ്റ് തന്നെ സൗത്ത് ഇന്ത്യൻ ഡയറ്റ് ഈസ് മച്ച് മോർ ന്യൂട്രീഷ്യസ് ദാൻ അതർ സ്റ്റേറ്റ് ഓർ കൺട്രീസ്. പക്ഷെ അവിടെയും തന്നെ ഇപ്പോഴത്തെ വീട്ടിൽ കുക്ക് ചെയ്യുന്നത് കുറഞ്ഞു വരുന്നുണ്ട്. ന്യൂട്രീഷ്യസ് ഫുഡല്ല, റീബോയിൽ കുക്ക് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഫാറ്റ് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആ ഹാബിറ്റ്സ് തന്നെ നമ്മൾ അച്ചീവ് ചെയ്ത പാരാമീറ്റേഴ്സ് റിഗാർഡിങ് സോഷ്യൽ ഡിറ്റർമിനൻറ്റ്സ് ഹെൽത്ത് തന്നെ ഇപ്പോൾ ചലഞ്ചിലായിക്കൊണ്ട് വരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. പിന്നെ ഈ ഫാസ്റ്റ് ഫുഡ് കൾച്ചർ ഈസ് കാച്ചിങ് അപ്പ് വെരി ഫാസ്റ്റ്. ഹോം ഡെലിവറി ഒക്കെ വരുമ്പോൾ എല്ലാം ന്യൂട്രീഷ്യസ് ഫുഡല്ല, ജങ്ക് ഫുഡാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഇറ്റ് ഹാസ് എ ടെല്ലിങ് ഇഫക്റ്റ് ഓൺ ദി ഹെൽത്ത് ഓഫ് ദി പീപ്പിൾ ആൻഡ് പബ്ലിക്. ഗവൺമെൻറ് തന്നെ ഈ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറവാണെന്ന് നമ്മൾ പറയുന്നുണ്ട്. ഈ ഇൻവെസ്റ്റ് ചെയ്തതിൽ തന്നെ പ്രൈമറി ഹെൽത്തിന് വേണ്ടിയിട്ട് ഇയർ മാർക്ക് ചെയ്യുന്ന എമൗണ്ടും വളരെ കുറവാണ്. പ്രൈമറി ഹെൽത്ത് 60% കൂടുതൽ പ്രൈമറി ഹെൽത്തിന് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനും, പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ഡെവലപ്പ് ചെയ്യാനും, ഈവൻ ജനറൽ പ്രാക്ടീഷണേഴ്സിനെ പ്രൈവറ്റ് സെക്ടറിൽ പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ ആയിട്ട് സ്റ്റെപ്സ് എടുക്കേണ്ട ആവശ്യമാണ്. അപ്പോൾ നമ്മളൊരു 60 തൊട്ട് 70% ഹെൽത്ത് നീഡ്സ് ഈ പ്രൈമറി ഹെൽത്ത് വഴി തന്നെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഒരു 30-40% ഉള്ളൂ ടെർഷ്യറി കെയറോ അതിനുപരിയായിട്ടുള്ള രീതിയിൽ പോകേണ്ട കാര്യമുള്ളൂ. നമ്മുടെ തുടക്കത്തിൽ സർ ജോൺ ബോർ ഇൻവെസ്റ്റേജ് ചെയ്തിരുന്നത് ഒരു 3 ടയർ സിസ്റ്റം ഓഫ് ഹെൽത്ത് കെയർ ആണ്. പ്രൈമറി ഹെൽത്ത്, മിഡിൽ ലെവൽ ഹോസ്പിറ്റൽസ് ആൻഡ് ടെർഷ്യറി ഹെൽത്ത് എന്നുള്ള കണക്ക്. പക്ഷേ അത് ഇഫക്റ്റീവായിട്ട് നമ്മൾ നടപ്പാക്കിയിട്ടില്ല. കാരണം ഗവൺമെൻറ് സെക്ടർ മാത്രമേ ഈ 3 ടയർ സിസ്റ്റം ഇപ്പോഴും ഉള്ളൂ. പ്രൈവറ്റ് സെക്ടർ അതിൽ ഭാഗമാകുന്നില്ല, ഓർ ഈവൻ ആ കാറ്റഗറൈസേഷൻ തന്നെ വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡെഫിഷ്യൻസി ഉണ്ട്. അതുകൊണ്ട് ചെറിയൊരു എയിൽമെൻറ്റ് വന്നാൽ തന്നെ ഒരു മെഡിക്കൽ കോളേജിൽ പോയിട്ട് തലവേദന വന്നാൽ ന്യൂറോളജിസ്റ്റിനെ കാണും, വയറ്റുവേദന വന്നാൽ ഗാസ്ട്രോഎൻട്രോളജിസ്റ്റിനെ കാണും. അപ്പോൾ അവരുടെ എക്സ്പെർട്ടൈസും സമയവും അൺനെസസറി എക്സ്പെൻഡിച്ചറും ഇൻവെസ്റ്റിഗേഷനും ഒക്കെ സംഭവിക്കുന്നുള്ളൂ. അത് ഒരു ജനറൽ പ്രാക്ടീഷണർ കണ്ട ഒരു ചെറിയ മരുന്ന് കുറിച്ച് കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ. അതായത് ഈ സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ ഒരു ഓവർ ഡിപ്പെൻഡൻസ് വരുന്നുണ്ടെന്നാണ്. ഡെഫിനറ്റ്ലി ഉണ്ട്. ഇപ്പോൾ എന്ത് വന്നാലും അവരെ ഹയസ്റ്റ് ലെവലിലുള്ള ഡോക്ടറെ കാണണം, ഹയസ്റ്റ് ലെവലിലെ ഹോസ്പിറ്റലിൽ പോകണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിക്കഴിഞ്ഞു. ആണ്. അത് മാറ്റിയെടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അതിനുള്ള ഒരു ശ്രമം തുടക്കം മുതലേ നടന്നിട്ടില്ലല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഡ്രോബാക്കുണ്ട്. അറ്റ് എനി റേറ്റ് നമ്മൾ വി ഹാവ് ടു സീ ദാറ്റ് സിസ്റ്റം ഈസ് റീഎസ്റ്റാബ്ലിഷ്. പിന്നെ ഹെൽത്ത് കെയറിൻ്റെ 60% പ്രൈവറ്റ് സെക്ടറാണ്, ഇൻക്ലൂഡിങ് കിടക്കുകൾ നോക്കുകയാണെങ്കിലും 60% കേറ്റർ ചെയ്യുന്ന പ്രൈവറ്റ് സെക്ടറാണ്. പക്ഷേ പ്രൈവറ്റ് സെക്ടറും ഗവൺമെൻറ് സെക്ടറും പാരലായിട്ടാണ് പോകുന്നത്. നോ മീറ്റിംഗ് പോയിൻറ്റ്. പ്രൈവറ്റ് സെക്ടർ അതിൻ്റേതായിട്ടുള്ള അജണ്ടയെ വെച്ച് അങ്ങനെ പോകുന്നുണ്ട്. ഗവൺമെൻറ് സെക്ടർ പ്രൈവറ്റ് സെക്ടറിന് വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ്റെ കാര്യമാണല്ലോ. ഇപ്പോൾ ഇംഗ്ലണ്ടിലൊക്കെ ആണെങ്കിൽ ഈവൻ ഒരു സ്കാൻ ചെയ്യണമെങ്കിൽ യു ഹാവ് ടു വെയിറ്റ് ഫോർ അറ്റ്ലീസ്റ്റ് 2 or 3 months. ഈവൻ ടു സീ എ ഡോക്ടർ യു ഹാവ് ടു വെയിറ്റ്. അപ്പോൾ അത് വെച്ചൊക്കെ നോക്കുമ്പോൾ കേരളം ബെറ്ററാണ്. കാരണം നമുക്ക് അവൈലബിലിറ്റി ഉണ്ട്, ഈ ഇൻവെസ്റ്റിഗേഷൻ ഫെസിലിറ്റീസ് ഉണ്ട്. പക്ഷേ അത് അപ്രോപ്രിയേറ്റായിട്ട് യൂസ് ചെയ്യാത്തതുകൊണ്ട് ഡെഫിനറ്റ്ലി ഇതിൻ്റെ ഒരു കാഷ്വാലിറ്റി എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഹെൽത്ത് കെയർ ആണ്. വല്ലാതെ അനാവശ്യമായിട്ട് ഒരു ചെറിയ ഗുളികയിലോ ഒരു ജനറൽ പ്രാക്ടീഷനെ കണ്ട് ചികിത്സിച്ച് മാറ്റാവുന്ന രോഗത്തിന് നമ്മൾ ഹയസ്റ്റ് സ്പെഷ്യലിസ്റ്റിനെ കണ്ട് ആവശ്യത്തിൽ കൂടുതൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പണം ചിലവാക്കുന്നു. ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ കൂടുന്നുണ്ട്. ഈവൻ നമ്മൾ ടോട്ടൽ ഒരു ഫാമിലി എക്സ്പെൻഡിച്ചർ നോക്കുകയാണെങ്കിൽ അവരുടെ ഇൻകത്തിൻ്റെ ഒരു 40% ഓഫ് ദ ഫാമിലിയിലും ഇൻകം മുഴുവനും ഹെൽത്തിന് വേണ്ടി ചിലവാക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതെല്ലാം ഗ്ലെയറിംഗ് ആയിട്ടുള്ള അനോമലീസാണ്. പക്ഷേ അത് റിയലി നോട്ട് ഗെറ്റിംഗ് അഡ്രസ്. ഗവൺമെൻറ്റും കുറച്ചുകൂടെ ഇതപ്പോൾ തന്നെ ഹെലികോപ്റ്റർ അല്ലെ എയർ ആംബുലൻസിൽ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ട് അവയവം കൊണ്ടുപോയി എന്നുള്ളതൊക്കെയാണ് ന്യൂസായി മാറുന്നത്. നേരെ മറിച്ച് ചെറിയ എയിൽമെൻ്റ് വന്ന ഒരു പേഷ്യൻറ്റിന് ഇത് കിട്ടാതെ മരിക്കുന്ന അത് ന്യൂസല്ല.
പിന്നെ ഓവർ ബ്ലെയിമിങ് ഓഫ് ദി മെഡിക്കൽ പ്രൊഫഷൻ സംഭവിക്കുന്നുണ്ട്. ഫോർ എനിത്തിങ് ഗോയിങ് റോങ് ദ ഹോൾ ബ്ലെയിം ഈസ് ഓൺ ദി ഡോക്ടേഴ്സ് ആൻഡ് ദി ഹെൽത്ത് വർക്കേഴ്സ്. അതും ഒരു തെറ്റായൊരു പ്രവണതയാണ്. അവിടെയും തന്നെ ഗവൺമെൻറ് ഹാസ് എ റെസ്പോൺസിബിലിറ്റി ടു പ്രൊട്ടക്റ്റ് ദ ഡോക്ടേഴ്സ്. അവരെ സമാധാനമായിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു അന്തരീക്ഷം നൽകുക, ആൻഡ് അവരുടെ മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എൻകറേജ്മെൻറ്റ് കൊടുക്കുക. അതൊന്നും നടക്കുന്നില്ല. ഈ അലിഗേഷൻസും അടിയും ഇതൊക്കെ എപ്പോഴും വരാമെന്നുള്ള ഒരു ഡെമോക്രസിൻ്റെ ഷൂറ് തലയിൽ നിൽക്കുന്ന പോലുള്ള അന്തരീക്ഷത്തിലാണ് ഡോക്ടർമാരും ബാക്കിയുള്ളവരും പ്രവർത്തിക്കുന്നത്. എപ്പോഴും വേണ്ട എന്ത് സംഭവിക്കാമെന്നുള്ള. അങ്ങനെ ആകുമ്പോൾ ഒരു ഓവർ പ്രൊട്ടക്റ്റീവായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളിലേക്ക് നമ്മൾ പോകുന്നു എന്നുള്ളതാണ്. നോട്ട് ടു മിസ് എ ഡയഗ്നോസിസ്, യു ഓവർ ട്രീറ്റ് ദ പേഷ്യൻ്റ് ഓർ ഓവർ ഇൻവെസ്റ്റിഗേറ്റ് ദ പേഷ്യൻ്റ്. ഇതെല്ലാം ഗ്ലെയറിംഗ് ആയിട്ടുള്ള പ്രോബ്ലംസാണ്. ഗവൺമെൻറ്റിൻ്റെ റോള് ഹാസ് ടു ബി ഡിഫൈൻഡ്. ഗവൺമെൻറ് വെദർ ഇറ്റ് ഈസ് എ ടോട്ടൽ പ്രൊവൈഡർ ഓഫ് ഹെൽത്ത് കെയർ. ഇപ്പോൾ യു കെയിലൊക്കെ പോയത് അവിടെ പ്രൈവറ്റ് സെക്ടർ വളരെ കുറവ് തന്നെ, ഇപ്പോഴും അത് തന്നെയാണ്. ഗവൺമെൻറ് തന്നെയാണ് ജനറൽ പ്രാക്ടീഷണേഴ്സും ബാക്കി ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ഉണ്ട്. അവിടെ ഹെൽത്ത് ഈസ് ഫുള്ളി ടേക്കൺ കെയർ ഓഫ് ബൈ ദ ഗവൺമെൻറ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഇന്ത്യയിൽ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റില്ല, ഇത്രയും പോപ്പുലേഷനൊക്കെ ഉള്ള സ്ഥിതിക്ക്. പിന്നെ ഇറ്റ് ക്യാൻ ബി എ ഫെസിലിറ്റേറ്റർ, കംപ്ലീറ്റ് പ്രൊവൈഡർ ആകാൻ പറ്റില്ല. ഗവൺമെൻറ് ക്യാൻ ബി എ ഫെസിലിറ്റേറ്റർ ഫോർ ഹെൽത്ത് കെയർ ആൻഡ് ടു സം എക്സ്റ്റെൻറ്റ് പ്രൊവൈഡർ ഓൾസോ. അപ്പോൾ ഫെസിലിറ്റേഷൻ റോള് പ്രോപ്പറായിട്ട് എടുക്കണമെങ്കിൽ ഈ പ്രൈവറ്റ് സെക്ടറെ they have to take them into confidence, and it has, private sector also has to be part of the whole healthcare delivery in our state. ആ ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ വരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അതിലൊരു എക്സ്പ്ലോയിറ്റേഷൻ്റെയും ഓവർ പ്രൈസിങ്ങിൻ്റെയും ഒരു സാധ്യതയില്ല. ഇപ്പോൾ ശ്രീചിത്രയിൽ ചെയ്യുന്നത് പോലെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെയ്യണമെന്നില്ലല്ലോ. അല്ല, അവിടെയാണ് പേഷ്യൻ്റ് ഇപ്പോൾ തന്നെ കാസും ആയുഷ്മാൻ ഭാരതും ഒക്കെ വന്നു കഴിഞ്ഞു. അത് ആയുഷ്മാൻ ഭാരതൊക്കെ അബൌട്ട് 500 എത്ര ഓൾമോസ്റ്റ് 50% ഓഫ് പോപ്പുലേഷൻ ടേക്ക് കെയർ ചെയ്യാന്ന് പറയുന്നുണ്ടെങ്കിലും ദാറ്റ് ഇസ് നോട്ട് ഹാപ്പനിങ്. ദാറ്റ് ഇസ് അനദർ ആസ്പെക്ട് ഓഫ് ഇറ്റ്. പിന്നെ ഈ ആയുഷ്മാൻ ഭാരത് തന്നെ ഈ പൈസ മുഴുവനും കൊടുക്കുന്നത് തന്നെ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. എൻ്റെ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആർ സപ്പോസ് ടു ടേക്ക് കെയർ ഓഫ് ദ ഹെൽത്ത് ഓഫ് ദി പബ്ലിക് വിത്തൗട്ട് ദീ സോർട്ട് ഓഫ് തിങ്. അവർക്കാണ് കൊടുക്കുന്നത്. പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് അത് ഉപയോഗിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നില്ല. കാരണം കോസ്റ്റും പാക്കേജസും റിയലിസ്റ്റിക് അല്ല. അവിടെയാണ് ദേ ഹാവ് ടു മേക്ക് ഇറ്റ് മോർ റിയലിസ്റ്റിക്. ഹൈ പ്രോഫിറ്റ് മാർജിൻ വേണമെന്നല്ല, കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പാക്കേജ് ഡെവലപ്പ് ചെയ്യാൻ ഗവൺമെൻറ് ഷുഡ് ബി പ്രിപ്പയർഡ്. അങ്ങനെയാണെങ്കിൽ ദർ വിൽ ബി ടേക്ക് കേഴ്സ് ഓൺ ദ പ്രൈവറ്റ് സെക്ടർ. അപ്പോൾ ഈ ഗവൺമെൻറ് റെഫർ ചെയ്യുന്ന പേഷ്യൻസിനെ ആ പാക്കേജ് റേറ്റിൽ പ്രൈവറ്റ് സെക്ടർ ക്യാൻ ട്രീറ്റ്. വേറാസ് നേരിട്ട് വരുന്ന അഫോർഡബിളായിട്ടുള്ള വ്യക്തികൾക്ക് ഇറ്റ് ക്യാൻ ഹാവ് എ ഡിഫറെൻറ്റ് സെറ്റപ്പ് ഓൾ ടുഗദർ. അങ്ങനെ യൂട്ടിലൈസേഷൻ ഓഫ് ദി പ്രൈവറ്റ് സെക്ടർ ഈസ് നോട്ട് ഹാപ്പനിങ്. ഗവൺമെൻറ് അതങ്ങനെ പറയുമ്പോഴും പല കാര്യത്തിലും ഈ പ്രൈവറ്റ് സെക്ടർ, പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ചാർജ് ചെയ്യുന്ന സർവീസസിൻ്റെ കാര്യത്തിലാണെങ്കിലും അതിനെക്കുറിച്ചൊരു ഒരു ട്രാൻസ്പെറൻസി ഇല്ല. അത് അങ്ങനെ നിയമം കൊണ്ടുവന്നെങ്കിലും അതിനെ പലപ്പോഴും റെസിസ്റ്റ് ചെയ്യാണ് ഇപ്പോൾ തന്നെ ആ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. ഇതിൽ രണ്ട് ആസ്പെക്ട് ഉണ്ട്. ഒന്ന്, ഒരു മിസ്ഇൻഫർമേഷൻ ആൻഡ് മിസ്കൺസെപ്ഷൻ അബൌട്ട് ദി കോസ്റ്റ് ഇൻ ദ പ്രൈവറ്റ് സെക്ടർ. അത് ഡെഫിനറ്റ്ലി ഈസ് ദെയർ. ഗവൺമെൻറ് തന്നെ ഈ റേറ്റൊക്കെ ഫിക്സ് ചെയ്തിരുന്നു. ആയുഷ്മാൻ ഭാരതിൻ്റെ ചർച്ചകളൊക്കെ നാഷണൽ ലെവലൊക്കെ ഞാൻ പോയിട്ടുള്ളതാണ്. അപ്പോൾ ഒരു കോസ്റ്റിംഗ് ഹാസ് നോട്ട് ബിൻ റിയലി ഡൺ. ഇതൊക്കെ ഇപ്പോഴത്തെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റും ബാക്കിയൊക്കെ ഉള്ളതുകൊണ്ട് കോസ്റ്റിംഗ് ഒക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കമ്പ്യൂട്ടറും AI ഫെസിലിറ്റിയൊക്കെ വെച്ചിട്ട് ഒരു പ്രൊസീജിയറിന് വാട്ട് വിൽ ബി ദ എക്സ്പെൻഡിച്ചർ ഇൻ എ പ്രൈവറ്റ് ഹോസ്പിറ്റൽ വിത്ത് ദ നീഡഡ് ഫെസിലിറ്റീസ്. ആ കോസ്റ്റിംഗ് ചെയ്തിട്ടില്ല. ഗവൺമെൻറ് ആർബിട്രറി ആയിട്ട് ഒരു റേറ്റ് ഫിക്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ബ്രെയിൻ സർജറി ചെയ്യണമെങ്കിൽ 25,000 എന്ന് പറഞ്ഞു വയ്ക്കുന്നത്. 25,000 എന്ന് പറയുന്നത് ഈ ഓപ്പറേഷൻ ചെയ്യുന്ന പേഷ്യൻറ്റിന് ചിലവാക്കുന്ന മരുന്നിൻ്റെ പൈസ പോലും ആകുന്നില്ല. സോ ദാറ്റ് ഈസ് വെരി അൺറിയലിസ്റ്റിക്. കേരളത്തിൻ്റെ തന്നെ വൺ ഓഫ് ദ ഫസ്റ്റ് 7th ജനറേഷൻ ന്യൂറോ സർജൻസിൽ ഒരാളാണ് ഡോക്ടർ. ഈ ഒരു ന്യൂറോളജി അങ്ങനെ അത്ര പോപ്പുലർ അല്ലാതിരുന്ന സമയത്താണ് ആ ഒരു ഓപ്ഷൻ എടുക്കുന്നതും സ്പെഷ്യലൈസ് ചെയ്യുന്നത്. ആ ഒരു ഡിസിഷൻ മേക്കിങ്ങും അതിലേക്ക് എങ്ങനെ എത്തിയെന്നൊന്ന് പറയാമോ? ന്യൂറോ സർജറി ഏറ്റവും അവസാനമായിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. തുടക്കത്തിലൊക്കെ
ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ഒന്നും ഇല്ലാത്ത കാലത്ത് തന്നെ തുടങ്ങിക്കഴിഞ്ഞു. 1950s 60s തുടങ്ങിക്കഴിഞ്ഞു ന്യൂറോസർജറി. അപ്പോൾ അവിടെയൊക്കെ ലിമിറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സൊക്കെ ഉള്ളൂ. അപ്പോൾ ഒരു എക്സ്റേ മെഷീന്, അതല്ലെങ്കിൽ കഴുത്തിലെ മരുന്ന് കുത്തി വെച്ചിട്ട് ബ്ലഡ് വെസൽ സ്റ്റഡി ചെയ്യുന്ന രീതിയിലുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴേ CT MRIയും എത്രയോ EEGയും പെറ്റ് സ്കാനും ഇതൊക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ ഡയഗ്നോസിസ് ഈസ് വെരി ഈസി. അപ്പോൾ അന്നത്തെ കാലത്ത് ഡയഗ്നോസിസ് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അപ്പോൾ അന്നൊക്കെ കൂടുതലും ഡോക്ടേഴ്സ് ടു ഡിപ്പെൻഡ് ഓൺ ഫിസിക്കൽ എക്സാമിനേഷൻ, പേഷ്യൻ്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അതിൽ നിന്ന് നമ്മളെ ബ്രെയിനിൻ്റെ ഏത് ഭാഗമാണ് ബാധിച്ചിരിക്കുന്നത്, എന്ത് ഡിസീസസാണ്, ഡിപ്പെൻഡിങ് അപ്പോൺ ഡ്യൂറേഷൻ ഓഫ് ദി ഇൽനസ്, സഡനായിട്ട് ഉണ്ടായതാണോ എന്നൊക്കെ പറഞ്ഞ് ഉള്ള ഫിസിക്കൽ എക്സാമിനേഷൻ ആൻഡ് ഹിസ്റ്ററിയുടെ ആണ് ടു ലാർജ് എക്സ്റ്റെൻറ്റ് നമ്മൾ ബേസ് ചെയ്ത് ഡയഗ്നോസിലേക്ക് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ അത് പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ 90% ആക്യുറസി ഉണ്ട് അതിൽ അന്ന് തന്നെ. പിന്നെ ഇപ്പോഴൊക്കെ നമ്മൾ MRI സ്കാനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ട്യൂമർ ഇത് ക്യാൻസറസ് ആണോ നോൺ ക്യാൻസറസ് ആണോ, ബ്രെയിൻ ടിഷ്യൂയിൽ നിന്നാണോ അല്ലെ രക്തക്കൊള്ളിയിൽ നിന്നാണോ, അങ്ങനെയൊക്കെ തിരിച്ചറിയാനൊക്കെ ഇപ്പോൾ വളരെ 99% ആക്യുറസിയോടുകൂടി തിരിച്ചറിയാൻ പറ്റും. അന്നങ്ങനെയല്ല, ഒരു എക്സ്റേ എടുത്തിട്ട് തലച്ചോറിൻ്റെ ചില സ്ട്രക്ചേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടോയെന്ന്, അതും എല്ലാത്തിലും അത് പോസിറ്റീവ് ആയിരിക്കണമെന്നില്ല. പിന്നെ നട്ടലിനകത്ത് വായു ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് ആ വായു പോയി തലച്ചോറിൻ്റെ 4 ചുറ്റും സ്പ്രെഡ് ഔട്ട് ചെയ്യുമ്പോൾ ബ്രെയിനെ അത് ഡീമാർക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുവഴി എവിടെയാണ് ലീഷൻ എന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. എന്നാൽ അതിൻ്റെ ആക്യുറസിയൊക്കെ വളരെ കുറവാണ്. പണ്ടൊക്കെ ഒരു ഹെഡ് ഇഞ്ചുറി ആയിട്ട് വന്നു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ സ്കാനൊന്നും ഇല്ലാത്ത കാലത്ത് നമ്മൾ 6 ഓട്ടകളാണ് ബെർഹോൾ എന്ന് പറയും. 6 ഓട്ടകൾ ഇട്ടിട്ടാണ് ക്ലോട്ട് എവിടെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇപ്പോഴങ്ങനെയല്ല, സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓട്ട വഴി ക്ലോട്ട് അങ്ങ് എടുത്ത് മാറ്റാൻ പറ്റും. മറ്റത് എവിടെയാണെന്ന് അറിഞ്ഞുകൊണ്ടാത്തതുകൊണ്ട് ഉദ്ദേശം വെച്ച് ഒരു 6 ഓട്ട ഇടുന്നുണ്ട്. അപ്പോൾ 6 ഓട്ട ഇത്രയും ഒരു സീരിയസ് ആയിട്ടുള്ള പേഷ്യൻ്റ് ഇടുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട മോർബിഡിറ്റിയും ഒക്കെ വളരെ ഹൈ ആയിരിക്കുമല്ലോ. അപ്പോൾ ആ സ്റ്റേജിൽ നിന്നാണ് നൗ വി ഹാവ് ഗ്രാജുവലി ഗ്രോൺ ടു ദിസ് എക്സ്റ്റെൻറ്റ്. അത് മാത്രമല്ല, പണ്ടൊക്കെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും വൈറ്റൽ പാർട്ട് ഡാമേജ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് യു കനോട്ട് നോ. ഓൺലി വെൻ പേഷ്യൻ്റ് വേക്സ് അപ്പ് യു വിൽ നോ വെദർ വൺ സൈഡ് ഈസ് പാരലൈസ്ഡോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, സംസാരശേഷി നഷ്ടപ്പെട്ടോ, ബോധം തന്നെ തെളിയാത്ത ഒരു സ്റ്റേജിലാണോ പേഷ്യൻ്റ് പോകുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല, ഓപ്പറേഷൻ ചെയ്യുമ്പോൾ തന്നെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. ഡോക്ടറെ, പൊതുവെ പറയാറുണ്ട് നമ്മൾ ഈ മനുഷ്യർ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അവന് ഏറ്റവും കുറവ് അറിയുന്നത് അവൻ്റെ ബ്രെയിനിനെ കുറിച്ചാണെന്ന് പൊതുവെ പറയാറുണ്ട്. അത് എത്രമാത്രം ശരിയാണ് ആ ഒരു പറയുന്നത്? അത് വളരെയേറെ ശരിയാണ്. ഞാൻ നേരത്തെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു ബ്രെയിൻ ഒരു കമ്പ്യൂട്ടർ ആണെന്ന് കരുതിയാൽ, കമ്പ്യൂട്ടറിനെ നമുക്ക് വെറും ഒരു ഡേറ്റ എൻട്രിക്ക് വേണ്ടി അടിച്ചു കയറ്റിയ ഡേറ്റ എൻട്രിക്ക് വേണ്ടി വേണമെങ്കിലും ഉപയോഗിക്കാം. അതേസമയത്ത് വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻസിനോ ഡേറ്റ അനാലിസിസിനോ എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഒരു വ്യക്തി അയാളുടെ ബ്രെയിൻ എത്രത്തോളം ഉപയോഗിക്കുന്നു എന്നുള്ളതനുസരിച്ചായിരിക്കും അതിൻ്റെ ബ്രെയിനിൻ്റെ തന്നെ വളർച്ചയും അതിൻ്റെ നമ്മൾ യൂസ് ചെയ്യുന്നത്. നോർമലി ബേസിക് ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ തലച്ചോറാണ് നിയന്ത്രിക്കുന്നത്. നമ്മൾ ശ്വാസോച്ഛ്വാസം ഓടുന്നതും സംസാരിക്കുന്നതാണെങ്കിലും ഹൃദയത്തിൻ്റെ സ്പന്ദനമാണെങ്കിലും എല്ലാം തന്നെ ബ്രെയിനാണ് തീരുമാനിക്കുന്നത്. നമ്മുടെ എൻഡോക്രൈൻ ഓർഗൻസ് എല്ലാം കൺട്രോൾ ചെയ്യുന്ന ബ്രെയിനാണ്. അപ്പോൾ ശരീരത്തെ മുഴുവനും കൺട്രോൾ ചെയ്യുന്ന ബ്രെയിൻ തന്നെയാണ്. നമ്മൾ വിചാരിക്കും സ്റ്റാൻഡ് അലോൺ ഓർഗനാണ്, ഒരു കിഡ്നിയോ അല്ല ലിവറിനെ പോലെ ഒരു സ്റ്റാൻഡ് അലോൺ ഓർഗനാണെന്ന് നമ്മൾ ചിലപ്പോൾ വിചാരിക്കും. പക്ഷേ അതല്ല. ബ്രെയിൻ കൺട്രോൾസ് എവരി ആസ്പെക്റ്റ് ഓഫ് എവരി ഫങ്ഷൻസ് ഓഫ് ദി ബോഡി, ഇൻക്ലൂഡിങ് ഇൻ്റലക്ച്വൽ ഫങ്ഷൻ, എല്ലാം അത് കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ പിന്നെ ബ്രെയിൻ ഇപ്പോൾ നമ്മൾ വളരെ ആൽബർട്ട് ഐൻസ്റ്റീനോ ഹയസ്റ്റ് ഇൻ്റലക്ച്വൽസ് ബ്രെയിനും സാധാരണ ഒരു വ്യക്തിയുടെ ബ്രെയിനും നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ തൂക്കവും അതിൻ്റെ ആകൃതിയും വോളിയും ഒക്കെ ഏകദേശം ഒന്ന് തന്നെയാണ്. പക്ഷെ അത് എത്ര നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതനുസരിച്ച് ഈ ബ്രെയിനിനെ കുറിച്ച് ഇപ്പം നമുക്കിപ്പോഴും ഒരു പൂർണ്ണമായ ഒരു ഐഡിയ ഉണ്ടോ?
ഏറ്റവും മനുഷ്യൻ ഇപ്പോഴും ശാസ്ത്രത്തിന് ഈ സയൻസിനെ സംബന്ധിച്ചോളം നോബഡി ഷുഡ് think that you know everything or the existing science can interpret everything എന്നുള്ള തോന്നൽ തെറ്റാണ്. കാരണം ഇത് സയൻസ് ഇവോൾവ് ചെയ്യുന്നതനുസരിച്ച് നമ്മളെ ഇൻ്റർപ്രിട്ടേഷനും അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ബോഡി ഡിസീസ് ആൻഡ് ഓർഗൻസ് ഈസ് ടേക്കിംഗ് പ്ലേസ്. പണ്ടൊക്കെ ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മൾ മാവ് കുഴച്ച് വെച്ച ഒരു സാധനം പോലെ തൊട്ടാ താന്നു പോകുന്ന പോലെ ഒരു മാവ് കുഴച്ച് വെച്ച പോലെ ആണെന്നുള്ളൊരു ധാരണയായിരുന്നു. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പൊക്കെ വന്നതിന് ശേഷമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ശരീരത്തിലെ തലച്ചോറിലെ ഓരോ ന്യൂറോൺസും ഏകദേശം 2 ലക്ഷത്തിൽ കൂടുതൽ ന്യൂറോൺസ് ഉണ്ട്. അതിന് എല്ലാ ന്യൂറോൺസിനും ഒരു ഏറെ ഡെൻഡ്രൈറ്റ്സിന് ചെറിയ ചെറിയ ശാഖകൾ ഉണ്ടെന്നും ഇപ്പം നമ്മൾ മനസ്സിലാക്കാൻ പറ്റി. ഈ ശാഖകളും വേറൊരു ന്യൂറോണായിട്ട് 5000 തൊട്ട് 50,000 വരെ കണക്ഷൻസ് ഉണ്ടെന്നാണ്. അപ്പോൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇത് മൊത്തം ഇൻ്റർ കണക്ഷൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുവരെ ഈ തലച്ചോറിനെ വെല്ലുന്ന ഒരു കമ്പ്യൂട്ടർ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഒരു ആവറേജ് ഹ്യൂമൻ ബീയിങ്, ഒരു കോമൺ മാൻ എത്ര പെർസെൻറ്റേജ് ഓഫ് ബ്രെയിൻ യൂസ് ചെയ്യുന്നുണ്ട് അയാളുടെ ലൈഫ് ടൈമിൽ? ഒരു 20% കൂടുതൽ നമ്മൾ നോർമലി യൂസ് ചെയ്യാറില്ല. ഡ്യൂറിങ് ദ എൻറ്റയർ ലൈഫ് 20% അറ്റ് എ ഗിവൺ ടൈം നോർമലി. കാരണം കുറേയൊക്കെ ഓട്ടോണോമിക്കാണ്. ഈ ഹൃദയസ്പന്ദനവും ശ്വാസോച്ഛ്വാസവും ബാക്കി പലതും ഓട്ടോണോമസ് ആയിട്ട് നടന്നുകൊണ്ട് നമ്മൾ അതിൻ്റെ പുറത്ത് കൺട്രോളില്ല. പിന്നെ യോഗീസൊക്കെ ക്ലെയിം ചെയ്യുന്നുണ്ട് ഈ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം അവർക്ക് ബ്രീത്തിങ് കൺട്രോൾ ചെയ്യാം, പൾസ് റേറ്റ് കൺട്രോൾ ചെയ്യാം, റെസ്പിറേറ്ററി റേറ്റ് കൺട്രോൾ ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട്. സയൻറ്റിഫിക്കലി ടു സം എക്സ്റ്റെൻറ്റ് ഇറ്റ് ഈസ് ട്രൂ ഓൾസോ. അത് നമ്മൾ അങ്ങനെ യു ഹാവ് ടു വർക്ക് ഓൺ ഇറ്റ് ആൻഡ് ട്രൈ ടു കൺട്രോൾ ദി ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം. അത് ഒരു ബ്രെയിനിന്റെ പവർ കൂട്ടാൻ പറ്റുമോ? കൂട്ടുന്നതല്ല, നോർമലി നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ നടക്കുന്ന ഫങ്ഷൻസ് നമുക്ക് അതിൻ്റെ പുറത്ത് ചെറിയ കൺട്രോൾ കൊണ്ടുവരാം. ഇപ്പോൾ ഹൃദയസ്പന്ദനം ഉണ്ടല്ലോ, അതിൻ്റെ റേറ്റ് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കൊണ്ടുവരാം, അല്ലെങ്കിൽ കൂട്ടാം. നോർമലി നമ്മുടെ കൺട്രോളിലല്ല, അല്ലാതെ സംഭവിക്കുന്നതാണ്. പക്ഷേ ബൈ യുവർ ട്രെയിനിങ് യോഗ ആൻഡ് അതർ തിങ്സ് ടു സം എക്സ്റ്റെൻറ്റ് യു ക്യാൻ കൺട്രോൾ ദം ഓൾസോ. ഡോക്ടർ, റീസെൻ്റ്ലി നമ്മൾ കേൾക്കുന്ന ഒരു കേട്ട് വന്നൊരു വാക്കാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്നുള്ളൊരു ടേം. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? കൃത്യമായിട്ടൊരു ധാരണയില്ല. ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയുടെ ബേസിക് ആയിട്ടുള്ള തത്വം എന്ന് പറയുന്നത് റീജനറേഷൻ എന്നുള്ളതാണ്. ഇപ്പം ശരീരത്തിലെ എല്ലാ അവയവങ്ങളും റീജനറേഷൻ കപ്പാസിറ്റി. ഏറ്റവും കൂടുതൽ റീജനറേഷൻ നടക്കുന്നത് നമ്മുടെ തൊലി. നമ്മൾ ഒരാഴ്ച കുളിക്കാതിരുന്നാൽ പാട പോലെ തൊലിയം കളയിപ്പോവും. നമ്മൾ ഡെയിലി വൃത്തിയാക്കുകയും കുളിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല. ദിസ് ഈസ് ഹാപ്പനിങ് എവരി 24 hours. നമ്മുടെ ആമാശയവും ഈ കോളനും ചെറുകുടലും ഒരു അകത്തെ ഏറ്റവും അകത്തുള്ള ലൈനിങ്ങും 24 മണിക്കൂറിനിടയ്ക്ക് വീണ്ടും മാറിക്കൊണ്ടിരിക്കും. പേശികളൊക്കെ അത്രയും ഫാസ്റ്റ് ആയിരിക്കില്ല, കുറച്ചുകൂടെ സ്ലോ. പക്ഷേ റീജനറേഷൻ എല്ല് പൊട്ടിക്കഴിഞ്ഞാൽ അത് 6 ആഴ്ച കഴിയുമ്പോൾ അത് യുണൈറ്റ് ചെയ്യുന്നുണ്ട്. കരളും ഒരു പരിധി വരെ റീജനറേഷൻ കൊണ്ട് ഫങ്ഷണൽ റിക്കവറി കംപ്ലീറ്റ് അല്ലെങ്കിലും കുറേയൊക്കെ. പക്ഷേ ബ്രെയിനിനെ സംബന്ധിച്ചോളം അത് റിക്കവറി ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ജസ്റ്റ് ലൈക്ക് അതർ ഓർഗൻസ് ഇറ്റ് ഇസ് നോട്ട് ഹാപ്പനിങ്. അതിന് പ്രധാന കാരണം ഇതാണ്, ഈ ബ്രെയിനും ിലുള്ള കോശങ്ങൾ തമ്മിൽ, ന്യൂറോൺസ് തമ്മിലുള്ള ഇൻ്റർ കണക്ഷൻസ്, ഒരു 50,000 കണക്ഷൻസ് റീ എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഒരു കേടായ ഒരു ന്യൂറോൺ 50,000 കണക്ഷൻ റീ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്ന് പറയുന്നത് വെർച്വലി ഇമ്പോസിബിൾ എന്ന് തന്നെ വേണമെങ്കിലും നമുക്ക് പറയാം. പക്ഷേ അതേസമയം ഈ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ ബ്രെയിനിലെ പല സർക്യൂട്ടുകളും ഇതുപോലെ ഇൻ്റർ കണക്ഷൻസും ഒക്കെ പല സർക്യൂട്ട്സ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ബേസിക്കായിട്ടുള്ള ചില സർക്യൂട്ട് നടക്കാനും പേശികളുടെ മോട്ടോർ ഏരിയയിൽ നോക്കുകയാണെങ്കിൽ നടക്കാനോ സംസാരിക്കാനോ ഇതുള്ള ചില ബേസിക് സർക്യൂട്ട് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷേ അതിന് കേട് വരുമ്പോൾ ഈ മറ്റുള്ള സർക്യൂട്ട്സ് ഉണ്ടല്ലോ, ഉപയോഗിക്കാതെ കിടക്കുന്ന ഡോർമെൻ്റ് ആയിരിക്കുന്ന സർക്യൂട്ടിനെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. കാരണം ഒരു ഫങ്ഷണൽ ലോസിനെ ടു വാട്ട് എക്സ്റ്റെൻറ്റ് യു ക്യാൻ കോമ്പൻസേറ്റ് എന്നുള്ളതാണ്. അത് ത്രൂ ദ പ്രോസസ് ഓഫ് പ്ലാസ്റ്റിസിറ്റി ഇറ്റ് ക്യാൻ ഹാപ്പൻ. പണ്ട് നമ്മൾ കരുതിയിരുന്നത് ന്യൂറോൺസ് ഒരു പ്രായം കഴിഞ്ഞാൽ അതെല്ലാം പൊഴിഞ്ഞു പോകുന്നു എന്നുള്ളതാണ്.
അപ്പോൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പറയുന്നത് പൊഴിഞ്ഞു പോകുന്നില്ല, ഇനാക്റ്റീവ് ആകുന്നുണ്ട്. ജസ്റ്റ് ബിക്കോസ് യു ആർ നോട്ട് യൂസ്. ഇപ്പോൾ ഡിമെൻഷ്യ എന്നോ മെമ്മറി ലോസ് എന്നൊക്കെ പറയുന്നല്ലോ, ഇതെല്ലാം നമ്മുടെ ബ്രെയിന് ഉപയോഗം കുറയ്ക്കും തോറും ഇത് കൂടുതൽ ബാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ബ്രെയിൻ എത്രത്തോളം ആക്റ്റീവായിട്ട് നിങ്ങൾക്ക് വെച്ചുകൊണ്ടിരിക്കുമോ അത്ര നാളും ഇൻ്റലക്ച്വൽ ഫങ്ഷനും ഓർമ്മയും ബാക്കിയെല്ലാം നമുക്ക് ഇൻടാക്റ്റായിട്ട് നിലനിർത്താൻ സാധിക്കുന്നു. കേരളത്തിൽ ഈ ഡിമെൻഷ്യ, ആൽഷിമേഴ്സ് ഇങ്ങനത്തെ അസുഖങ്ങൾ കൂടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അത് പണ്ടും ഉണ്ടായിരുന്നോ, ഇപ്പോൾ ഡിറ്റക്ട് ചെയ്യുന്നതാണോ? ബേസിക്കലി അതാണ്, ഡിറ്റക്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പം നമ്മൾ ചെറിയൊരു പ്രശ്നം ഉള്ളപ്പോൾ തന്നെ നമ്മൾ അതിനെപ്പറ്റി അവെയർ ആകുന്നുണ്ട്, അത് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണമുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ഉണ്ട്. ബ്രെയിൻ സ്കാനിങ്, പല രീതിയിലുള്ള ഫങ്ഷണൽ ബ്രെയിൻ MRI എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഫങ്ഷണൽ ലെവലിൽ തന്നെ സ്കാൻ ചെയ്യാൻ പറ്റും, അതിൻ്റെ പ്രവർത്തനം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഗാഡ്ജറ്റ്സ് ഉള്ളത് കൊണ്ട് നേരത്തെ നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റുന്നു. അതേസമയം നമ്മുടെ ആവറേജ് ഏജ് ലോഞ്ചിവിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണുള്ളത്. ഇൻഡിപെൻഡൻസ് ആ സമയത്തൊക്കെ 45, 25 ആയിരുന്നത് ഇപ്പോൾ 85 വരെയൊക്കെ മാറിക്കഴിഞ്ഞല്ലോ. ഒരു ഹ്യൂമൻ സ്പീഷീസ് എന്നുള്ള നിലയ്ക്ക് 95 ഇയേഴ്സാണ് ആവറേജ് ലൈഫ് സ്പാൻ. അത് നമ്മളിപ്പോഴും എത്തിയിട്ടില്ല, ഇനി എത്താൻ ഉള്ളതേ ഉള്ളൂ. അപ്പോൾ സയൻസിൻ്റെ അഡ്വാൻസ്മെൻറ്റ് കൊണ്ട് അതൊക്കെ വരാം. പിന്നെ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, ആൽക്കഹോൾ യൂസ്, ഡ്രഗ് യൂസ്, ഇതെല്ലാം തന്നെ ബ്രെയിനിൻ്റെ ഫങ്ഷൻസിനെ ബാധിച്ച് അതുകൊണ്ട് തന്നെ ഓർമ്മക്കുറവും, അൽഷിമേഴ്സ് അല്ലെങ്കിൽ അതുപോലെ ഓർമ്മക്കുറവൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾ കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ ഫുഡ് ഹാബിറ്റ്സ് എങ്ങനെയാണ് ഡോക്ടർ ബ്രെയിനിൻ്റെ ഫങ്ഷനിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്നത്? നമുക്ക് ബ്രെയിനിന് വേണ്ട ന്യൂട്രീഷ്യസ് ഫുഡ് ആകണം. നമ്മൾ കഴിക്കുന്ന മിക്കവാറും എല്ലാം ജങ്ക് ഫുഡാണ്. ഈ നൂഡിൽസ്, പൊറോട്ട, ഈവൻ ബ്രെഡ് പോലും ഇതെല്ലാം ജങ്ക് ഫുഡാണ്. ബിസ്ക്കറ്റ്, ബ്രെഡ് പോലും ജങ്ക് ഫുഡാണ്. മൈദാമാവിൽ ഉണ്ടാക്കുന്നതാണ്. മൈദാമാവിൽ പ്രോട്ടീനോ വേറെ പോഷകങ്ങളോ വൈറ്റമിൻസോ ഒന്നുമില്ല. അരിമാവോ ഗോതമ്പ് പോലെയൊന്നും അല്ലല്ലോ. അപ്പോൾ അതിൻ്റെ രുചി കൊണ്ടും സോഫ്റ്റ്നെസ് കൊണ്ടും വി ഗെറ്റ് മോർ അട്രാക്റ്റഡ് ടുവേഴ്സ് ദോസ് ഫുഡ്സ്. പണ്ടൊന്നും അങ്ങനെയൊന്നുമില്ല. ഇഡ്ഡലിയോ അല്ലെങ്കിൽ പുട്ടോ പയറ് ഇതെല്ലാം ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ബാലൻസ്ഡ് ഡയറ്റാണ്, സമീകൃതമായിട്ടുള്ള ആഹാരങ്ങളാണ് പണ്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ പാൽ ഉപയോഗിക്കുന്നുണ്ട്, മുട്ട ഉപയോഗിക്കും. ഇപ്പം അങ്ങനെയല്ലല്ലോ, ഇതുപോലെ ജങ്ക് ഫുഡാണ്. പിന്നെ ഓവർ കുക്കിങ്, വീണ്ടും വീണ്ടും ചൂടാക്കി നമ്മൾ ഉപയോഗിക്കുന്നത്. എണ്ണ കൂടുതൽ ചൂടാക്കും തോറും ഈ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് കൂടും. അത് കൂടുമ്പോൾ കൊളസ്ട്രോൾ കൂടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഫുഡ് ഹാബിറ്റ്സ് വളരെയേറെ ബാധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഹെൽത്തിനെ. സാധാരണ പ്രായം കൂടുമ്പോൾ നമ്മുടെ ഓർഗൻസ് അല്ലെങ്കിൽ ശരീരമൊക്കെ ക്ഷീണിക്കുമെന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. പക്ഷെ ബ്രെയിൻ പ്രായം കൂടുന്തോറും കൂടുതൽ സ്മാർട്ട് ആകുകയാണ് ചെയ്യുന്നത്. ഒരു റിവേഴ്സ് കൈൻഡ് ഓഫ് ഗ്രോത്ത് ആണ്. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. റിവേഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും നമ്മൾ ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രൊഡക്റ്റീവ് ഏജ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ യു ക്യാൻ സേ ബിറ്റ്വീൻ 60-70 എന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള. എന്തുകൊണ്ട് അതെങ്ങനെയാ അങ്ങനെ പറയാം? അല്ല, കാരണം ഈ നമ്മളെ ഏർലി സ്റ്റേജസിൽ ഈ ബ്രെയിനിന് 2 കമ്പാർട്ട്മെൻറ്റാണ്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. ഇത് തമ്മിലുള്ള കോർഡിനേഷൻ ഏർലി ഏജസിൽ കുറവായിരിക്കും. ആസ് ഏജ് അഡ്വാൻസസ് റൈറ്റ് ബ്രെയിൻ ആൻഡ് ലെഫ്റ്റ് ബ്രെയിൻ കോർഡിനേഷൻ ബിക്കംസ് ബെറ്റർ. അത് ഒരു റീസൺ. പിന്നെ നമ്മുടെ വിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ടുള്ള നമ്മുടെ എക്സ്പീരിയൻസും നോളജും എല്ലാം ബ്രെയിനിൽ സ്റ്റോർഡാണ്. സോ നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുന്നുമ്പേ വി റിവർട്ട് ബാക്ക്. ബ്രെയിനിൽ പോയിട്ട് ബ്രെയിൻ ഈ ഇൻഫർമേഷൻ നമുക്ക് തരുന്നുണ്ട്. ഒരു ജോലി ചെയ്യണമെങ്കിൽ അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയ ഇൻഫർമേഷൻ. നമ്മുടെ പണ്ടത്തെ തെറ്റും ശരിയും എല്ലാം റെക്കോർഡഡാണ്. അപ്പോൾ തെറ്റ് ഇതാണെന്നുള്ളത് ഓൾറെഡി ബ്രെയിൻ തീരുമാനിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മളൊന്ന് ചെയ്യുമ്പോൾ ആ തെറ്റുകളൊക്കെ മാറ്റി ശരിയായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ആ രീതിയിലുള്ള മെമ്മറിയിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ്റെ യൂട്ടിലൈസേഷൻ കൂടുന്നു എന്നുള്ളതാണ്. 60s ഏറ്റവും പ്രൈമിൽ നിൽക്കുന്നത്. ആണ്. പിന്നെ ഡിസിഷൻ മേക്കിംഗ് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ഏജ്ഡായിട്ടുള്ളവരുടെ ഈ ഫ്രെയിം വർക്കിൽ ഏജ്ഡായിട്ടുള്ളവരുടെ ഡിസിഷൻ മേക്കിംഗ് ഈസ് മച്ച് ഫാസ്റ്റർ.
യങ്സ്റ്റേഴ്സ് ഒരു കാര്യം ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ തെറ്റ് സംഭവിക്കാനുള്ള യങ്സ്റ്റേഴ്സ് തെറ്റായിട്ട് പറയുന്നതല്ല, എടുക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ്, പിന്നെ അക്സെപ്റ്റബിലിറ്റി, കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഇത്, ഈവൻ ലേണിങ് ന്യൂ തിങ്സ്, ഇപ്പോൾ പിയാനോ വായിക്കുന്നതോ പടം വരയ്ക്കുന്നതോ ഇതെല്ലാം ഒരു പ്രായം കഴിഞ്ഞ് നമ്മൾ പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മൾ പ്രായമായി എന്ന് പറഞ്ഞ് ചുമ്മാ ഇരിക്കും തോറും ബ്രെയിനും അതിനേക്കാളും ഫാസ്റ്റായിട്ട് പ്രവർത്തനശേഷി ഇല്ലാതെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ന്യൂ ജോബ്സ്, ന്യൂ ആർട്ട് ഇതെല്ലാം പഠിക്കാനും പാട്ട് പഠിക്കാനുള്ള 70 വയസ്സിൽ പോയി പാട്ട് പഠിക്കണമെന്ന് ചോദിക്കും. പക്ഷേ അത് ചെയ്യുകയാണെങ്കിൽ യുവർ മെമ്മറി ആൻഡ് യുവർ ഫിസിക്കൽ ആക്ടിവിറ്റി ക്യാൻ ബി മച്ച് ബെറ്റർ എന്നാണ്. അഡ്വാൻസ് സ്റ്റേജിൽ അങ്ങനെ ഒരു ന്യൂ ലേണിംഗ് പോസിബിൾ ആണ്. ഇറ്റ് ഈസ് പോസിബിൾ. എല്ലാം അല്ല, എല്ലാ ഇതും നമുക്ക് പഠിക്കാം. ഇതുപോലുള്ള ചില ലിമിറ്റഡ് ഏരിയാസിൽ ദാറ്റ് ഹാസ് എ സൈനർജി വിത്ത് ബ്രെയിൻ ആക്ടിവിറ്റി. അപ്പോൾ അതെല്ലാം ചെയ്യുകയാണെങ്കിൽ യുവർ ബ്രെയിൻ ക്യാൻ ബി കെപ്റ്റ് യങ് എന്നുള്ളതാണ്. പിന്നെ ഈ പ്ലാസ്റ്റിസിറ്റിയുടെ കാര്യങ്ങൾ, തലച്ചോറിനെ സംബന്ധിച്ചോളം ഇപ്പോൾ ഒരു സ്ട്രോക്ക് വന്നു അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഫങ്ഷണൽ ലോസ് വന്നാൽ റെസ്റ്റല്ല വേണ്ടത്. നമ്മൾ വിചാരിക്കും കംപ്ലീറ്റ് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് റിക്കവർ ചെയ്യും. നേരെ തിരിച്ചാണ്. കൂടുതൽ ആക്റ്റീവ്, ഒരു സ്ട്രോക്ക് വന്ന വ്യക്തി കൂടുതൽ നടക്കുകയും വ്യായാമം ചെയ്യുകയും ഫിസിയോതെറപ്പിയും ചെയ്യുകയാണെങ്കിൽ റിക്കവറി വിൽ ബി ഫാസ്റ്റർ. അപ്പോൾ കുറെ കൂടെ ആക്റ്റീവ് ആയിട്ടാണ് തീർച്ചയായിട്ടും ഇരിക്കേണ്ടത്, നോട്ട് ടേക്കിംഗ് റെസ്റ്റ്. ഡോക്ടർ, ഇപ്പോൾ സ്ട്രോക്കിൻ്റെ കാര്യം പറഞ്ഞു. സ്ട്രോക്ക് വരുന്നതിന് മുന്നേ ശരീരം നമ്മൾക്ക് സൂചനകൾ തരാറുണ്ടോ? അത് നേരത്തെ നമുക്ക് കുറച്ചുകൂടി ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണോ? അത് സൂചനകൾ തീർച്ചയായിട്ടും എല്ലാ കേസിലും നമുക്ക് കിട്ടിയെന്ന് വരില്ല. പക്ഷേ മെജോറിറ്റി ഓഫ് ദ കേസസിൽ സൂചനകൾ കാണും. പക്ഷേ പലപ്പോഴും നമ്മൾ ഇഗ്നോർ ചെയ്യും. എന്തൊക്കെയാണത്? എന്താ സൂചനകൾ? ഇപ്പോൾ ഒരു സ്ട്രോക്കിൻ്റെ ഏർലിയസ്റ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ചെറിയ തലക്കറക്കം, നടക്കുമ്പോൾ ചെറിയ ബാലൻസ് കുറവ്, അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് കാഴ്ചയുടെ പ്രശ്നം വരുന്നുണ്ട്, സംസാരം കുറച്ച് സമയത്തേക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു കയ്യിൽ മരയിപ്പ് അല്ലെങ്കിൽ പക്കാൻ പറ്റുന്നില്ല, ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ റിക്കവറി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ എപ്പിസോഡ്സ് പലപ്പോഴും നമ്മൾ വിചാരിക്കും ഇത് ഒന്നുമില്ല, എന്തോ 5 മിനിറ്റിന് വന്ന് പോയ കാര്യമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇഗ്നോർ ചെയ്യും. പക്ഷേ ഇത് വീണ്ടും വീണ്ടും അടുത്ത തവണ വരുമ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടെ സീരിയസ് ആയിട്ടായിരിക്കും. അത് നമ്മൾ ഇഗ്നോർ ചെയ്യുമ്പോൾ അതിനേക്കാളും സീരിയസ് ആയിട്ടായിരിക്കും. അതിന് ഇഗ്നോർ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ വരുന്നത് കംപ്ലീറ്റ് പാരാലിസിസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ചെറിയ സൂചനകൾ തീർച്ചയായിട്ടും സ്ട്രോക്കിൽ എല്ലാ കേസിലും വരണമെന്നില്ല, മെജോറിറ്റി ഓഫ് ദ കേസിൽ സൂചനകൾ കാണും. ബേസിക്കലി തലകറക്കമാണ് തലകറക്കം ഒന്നാമത്. പക്ഷേ പലപ്പോഴും നമ്മൾ ഇഗ്നോർ ചെയ്യും. നമ്മളെപ്പോഴും വിചാരിക്കും നമുക്കിതുണ്ടാകില്ല എന്ന്. ഏത് രോഗമോ എന്താണേലും ഏത് സിറ്റുവേഷൻ ആണെങ്കിലും നമുക്കൊരു തോന്നലുള്ളൂ. ഓപ്റ്റിമിസം ഇസ് ഗുഡ്, പക്ഷേ ഓവർ ഓപ്റ്റിമിസം പാടില്ലല്ലോ. എനിക്ക് ഇത് സംഭവിക്കാനൊന്നും പോകുന്നില്ല, ഞാൻ വളരെ ഡിസിപ്ലിൻഡായിട്ട് ജീവിതം നയിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ഇറ്റ് ക്യാൻ ഹാപ്പൻ ടു എനിബഡി. അത് വളരെ ഐറോണിക്കായിട്ട് തോന്നുന്നത് പലപ്പോഴും. പനിയൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര ശ്രദ്ധയും, പക്ഷെ എന്തെങ്കിലും മേജർ ഇത് ഹാർട്ടിന്റെ ഇഷ്യൂ വരുമ്പോഴത്തേക്കും അതൊക്കെ ഇഗ്നോർ ചെയ്യും. അതെന്താണ്? അത് കേരളത്തിൽ എല്ലാവരും നല്ല ഹെൽത്ത് സീക്കിംഗ് ആണെന്ന് പറയുന്നു, പക്ഷെ അതെന്തെങ്കിലും ഒരു പാരഡോക്സ് എന്താ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? അതൊരു ഓവർ കോൺഫിഡൻസ്. ഇപ്പം തന്നെ ഈ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഏറ്റവും ഹെൽത്ത് കോൺഷ്യസ് ഉള്ള കേരളീയർ ഇത് തന്നെ, ആരും സംശയമൊന്നുമില്ല. ഇപ്പോൾ എക്സിക്യൂട്ടീവ് ചെക്കപ്പ് എന്നും പറഞ്ഞ് വെച്ച് ദാറ്റ് ഈസ് ബീങ് എക്സ്പ്ലോയിറ്റഡ് ഓൾസോ. പല ഏജിലും ഇൻ്റർവെല്ലിൽ വെച്ച് എക്സിക്യൂട്ടീവ് ചെക്കപ്പ് എന്നും പറഞ്ഞ് അതൊക്കെ ചെയ്യും. അത് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് പിന്നെ ഓവർ കോൺഫിഡൻസ് ആയി, എനിക്കൊന്നുമില്ല, എനിക്കെന്തും ചെയ്യാം, ഇതാ ഞാൻ ഇത്രയൊക്കെ ലഹരി ഉപയോഗിച്ചിട്ടും എൻ്റെ ലിവറൊന്നും ബാധിച്ചിട്ടില്ലല്ലോ എന്നും പറഞ്ഞ് വീണ്ടും വേണമെങ്കിൽ ഉപയോഗിക്കാം. പുകവലിച്ചിട്ട് ശ്വാസകോശത്തിനൊന്നും പറ്റിയിട്ടില്ല, അത് വീണ്ടും പുകവലിക്കുന്നു. ഇങ്ങനെയുള്ള ആ ഒരു ട്രെൻഡ് ഡെഫിനറ്റ്ലി ഉണ്ട്. ഓവർ കോൺഫിഡൻസ് അബൌട്ട് ദെയർ ഹെൽത്ത്, പർട്ടിക്കുലർലി സപ്പോർട്ടഡ് ബൈ ദീസ് സോർട്ട് ഓഫ് എക്സിക്യൂട്ടീവ് ചെക്കപ്സ് ആൻഡ് അതുപോലെ ഉള്ള ഇത് കഴിഞ്ഞിട്ട് ആ ഒരു ട്രെൻഡ് ഡെഫിനറ്റ്ലി ഉണ്ട്. എക്സിക്യൂട്ടീവ് ചെക്കപ്സ് അപ്പോൾ ആക്ച്വലി ഒരു ഡാമേജിങ് എഫക്റ്റ് ഉണ്ടല്ലേ അതിൻ്റെ ഒരു ഓവർ ഡയഗ്നോസിസ് കൊണ്ടുള്ള ഒരു ഓവർ ഡയഗ്നോസിസും അണ്ടർ ഡയഗ്നോസിസ് ഒരു ഫ്യൂച്ചർ ഇവൻ്റ് അണ്ടർ ഡയഗ്നോസിസ് ആയിട്ട് ഓവർ കോൺഫിഡൻസ് വരുമ്പോഴേ നമ്മൾ ചെറിയ വാർണിംഗ് സിഗ്നൽസൊക്കെ ഇഗ്നോർ ചെയ്യും. അത് ഇറ്റ് ക്യാൻ ബി കറ്റാസ്ട്രഫി സംടൈംസ്. ബ്രെയിനിനെ കുറിച്ച് താങ്കൾ ഏറ്റവും വിസ്മയിപ്പിച്ച ഒരു കാര്യം എന്താണ്? അല്ലെങ്കിൽ ഒരു 50 വർഷത്തിൽ താങ്കൾ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു ഇവൻ്റോ? നമ്മളെ വളരെ അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ട്
അൺലൈക്ക് അതർ സർജറീസ് ആൻഡ് ഓർഗൻ സർജറീസ്. അവിടെ നമുക്കറിയാം എന്താണ് ലിമിറ്റ്, എന്ത് സംഭവിക്കാമെന്ന്. ഇവിടെ ബ്രെയിനിൻ്റെ അൺലിമിറ്റഡ് ആണ്. നെഗറ്റീവായിട്ട് പോകാനും പോസിറ്റീവായിട്ട് വരാനുള്ള സാധ്യത. നമ്മൾ ഒരു പ്രശ്നമില്ലാതെ വളരെ 100% സക്സസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്ന ചില ഓപ്പറേഷനായിരിക്കും ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത്. നമ്മളെ രക്ഷപ്പെടില്ല എന്ന് വിചാരിച്ച് ചെയ്യുന്ന ഓപ്പറേഷൻ ചിലപ്പോൾ ഫുള്ളി റിക്കവർ ചെയ്ത് വരും. അപ്പം അങ്ങനെയുള്ള വേരിയേഷൻസ് ഡെഫിനറ്റ്ലി വരാം. പിന്നെ കുറേയൊക്കെ ലൊക്കേഷൻ ഓഫ് ദ ലീഷൻ, തലച്ചോറിൻ്റെ ഏത് ഭാഗത്തിലാണ്, പിന്നെ അത് രക്തക്കുഴലിനെ ബാധിച്ചിട്ടുണ്ടോ, പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് കണ്ടീഷൻസ്, ഇപ്പോൾ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷന്, കൊളസ്ട്രോളും ഒക്കെ ഉള്ളവർ, ലിവർ ഡിസീസോ കിഡ്നി ഡിസീസൊക്കെ ഉള്ളവർ, ഈ കോമോർബിഡിറ്റീസ് എന്ന് പറയും, ഇതൊക്കെ ഉള്ളവർ അങ്ങനെ റിസ്ക് ഫാക്ടേഴ്സ് വളരെ ഹൈ ആണ്. ഇമ്മീഡിയറ്റായിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള കേസുകൾ ഏറെയുണ്ട്. നമ്മൾ ഇത് വലിയ ഹോപ്പൊന്നും ഇല്ല, ഒരു 50% സക്സസ്സേ കാണുള്ളൂ എന്നുള്ള ചിലപ്പോൾ അടുത്ത ദിവസം തന്നെ ഫുള്ളി കോൺഷ്യസ് ആണ്, കൈകാലം അനക്കുന്നുണ്ട്, സംസാരിക്കുന്നു, ആ കണക്കിൽ വരാറുണ്ട്. പിന്നെ രണ്ടാമത്തെ കാറ്റഗറി എന്ന് വെച്ചാൽ സ്ലോ റിക്കവറി വരുന്നത്. ഒരു പേഷ്യൻ്റ് ഒരു മാസം വരെ വെൻറ്റിലേറ്ററിലോ അല്ല ICU കിടന്നിട്ട് പിന്നെ ടെക്കോസ്റ്റമിയൊക്കെ ചെയ്ത് ഫീഡിങ് ട്യൂബൊക്കെ ഇട്ട് നമ്മൾ വീട്ടിലയക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഓരോ മാസം ചെക്കപ്പിന് വരുമ്പോൾ നമ്മൾ കാണുന്നത് സ്ലോലി പേഷ്യൻ്റ് ഇസ് റിക്കവറിങ്. അത് അവിടെയാണ് ഈ പ്ലാസ്റ്റിസിറ്റിയുടെ റോള് വരുന്നത്. നമ്മൾ വേണ്ട ഫിസിയോതെറാപ്പിയും കൂടുതൽ ഡാമേജ് വരാത്ത രീതിയിൽ, നമ്മൾ സെക്കൻഡറി ഇൻസൾട്ട് വരാത്ത രീതിയിൽ, ന്യൂമോണിയയോ യൂറിൻ ഇൻഫെക്ഷനൊക്കെ വരാതെ, വയറ്റിളക്കോ വരാതെ നോക്കുകയാണെങ്കിൽ ക്വൈറ്റ് എ നമ്പർ ഓഫ് ദം റിക്കവർ. അത് ഈ പ്ലാസ്റ്റിസിറ്റി ഹാസ് എ ഗ്രേറ്റ് റോൾ ടു പ്ലേ ഇൻ ദോസ് ഏരിയാസ്. ചില കേസസ് കേട്ടിട്ടുണ്ട്, നിയർ ഡെത്ത് എക്സ്പീരിയൻസ്, അങ്ങനെ ഐ കെയിം ബാക്ക് ഫ്രം ഡെത്ത് എന്നൊക്കെ. അതും ബ്രെയിനുമായിട്ട് എന്തെങ്കിലും സയന്റിഫിക്കലി ഈസ് ഇറ്റ് കണക്റ്റഡ്? ദാറ്റ് ഇസ്, maybe they might have felt that it is a near death experience, so I passed on to the other world and I returned, but actually is it some നമ്മൾ ബ്രെയിൻ ഡെത്തായി കഴിഞ്ഞാൽ റിക്കവറിയുടെ സാധ്യതയില്ല. നമ്മൾ ബ്രെയിൻ ഡെത്ത് എന്ന് പറയുന്ന ക്രൈറ്റീരിയ ഉണ്ട്. ആണാണ് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഉള്ളത് റിക്കവറി വരാം. അപ്പോൾ സയൻറ്റിഫിക്കലി ബ്രെയിൻ ഡെത്താണ് നമ്മൾ EEG ഒക്കെ ചെയ്ത് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഇല്ല എന്നൊക്കെ പ്രൂവ് ചെയ്ത് അതിൻ്റെ കൂടെ വേറെയും ടെസ്റ്റുകളൊക്കെ ഉണ്ട്. ബ്രെയിൻ ഡെത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശേഷം നോർമലി റിക്കവറി വോണ്ട് ഹാപ്പൻ. പക്ഷേ പേഷ്യൻറ്റിനെ സംബന്ധിച്ചോളം ബ്രെയിൻ ഡെത്തല്ല, ഹിസ് ബ്രെയിൻ ഈസ് ഫങ്ഷനിങ്. പക്ഷേ പേഷ്യൻ്റ് അൺകോൺഷ്യസ് ആയിരിക്കും. അപ്പോൾ ദാറ്റ് ഈസ് ആസ് ഗുഡ് ആസ് മോറലെസ് പേഷ്യൻറ്റിനെ സംബന്ധിച്ചോളം ഒരു പ്രതികരണമോ റെസ്പോൺസോ ഒന്നും ഇല്ലാത്തൊരു സ്റ്റേജിലേക്ക് കടന്നു പോയിട്ട് പിന്നീട് ബോധം തെളിഞ്ഞ് വരുന്ന സ്റ്റേജ് വരാം. അപ്പോൾ കുറേ നാളുകൾക്ക് ഈ അൺകോൺഷ്യസ് ആയിട്ട് ഇരിക്കുന്ന ആളുകളിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് ദേ വോണ്ട് റിമെമ്പർ. അപ്പോൾ ദാറ്റ് ഈസ് ആസ് ഗുഡ് ആസ് ഡെത്ത്. അങ്ങനെ സംഭവിക്കാം. അത് കഴിഞ്ഞ് പിന്നെ ക്രമേണ ബോധം തെളിഞ്ഞ ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്ത് നോർമൽ ലൈഫിലേക്ക് വരുന്ന കേസുകളും ഉണ്ട്. ഈ കോമ സ്റ്റേജിലുള്ള പേഷ്യൻസ് അവർ ചുറ്റും നടക്കുന്നത് അറിയുന്നുണ്ടോ ഡോക്ടർ? കംപ്ലീറ്റ്ലി കൊമറ്റോസ് ആണെങ്കിൽ അറിയില്ല. നമ്മൾ വിചാരിക്കുന്നേക്കാളും നമ്മൾ പലപ്പോഴും പേഷ്യൻ്റ് ബോധമില്ലാന്നൊക്കെ വിചാരിക്കുന്നത് എപ്പോഴും അത് ശരിയാകണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ വളരെ കെയർഫുള്ളായിരിക്കണം. ഒരു പേഷ്യൻ്റെ അടുത്ത് നിന്ന് പേഷ്യൻ്റെ ബാഡ് പ്രോഗ്നോസിസൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അത് സൈക്കോളജിക്കലി പേഷ്യനെ ഒരു സെറ്റ് ബാക്കിലേക്ക് കൊണ്ടുപോകാം. അതുകൊണ്ട് വി ഹാവ് ടു ബി വെരി കെയർഫുൾ. ഒരു പ്രതികരണമില്ലാതെ കണ്ണടച്ച് വിളിച്ചാലും കണ്ണു ഉറക്കാതെ അനങ്ങാതെ കിടക്കുന്നവർ കംപ്ലീറ്റ്ലി അൺകോൺഷ്യസ് ആകണമെന്നില്ല. ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് കോൺഷ്യസ്നെസ്സിലായിരിക്കും. പിന്നെ അങ്ങനെയുള്ള പെർസെപ്ഷൻ, തെറ്റായ പെർസെപ്ഷനോടുകൂടി ഇരിക്കുന്നവരും കാണും. വേണമെങ്കിൽ പറയുമ്പോൾ നേഴ്സ് എന്നെ ഉപദ്രവിച്ചു, പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ച് കാണില്ല. പക്ഷേ ഒരു തെറ്റായ പെർസെപ്ഷൻ കാണാതിരിക്കും. അങ്ങനെയും സംഭവിക്കാറുണ്ട്. ചിലപ്പോൾ കംപ്ലീറ്റ്ലി മേ നോട്ട് ബി നോയിങ് എനിത്തിങ് അറ്റ് ഓൾ. മറ്റേ ഗ്രഹിക്കുമായിരിക്കും, പക്ഷേ പ്രതികരിക്കാനുള്ള ശേഷി ഇല്ലാത്ത സ്റ്റേജായിരിക്കും. ഗർഭാവസ്ഥയിലുള്ള കുഞ്ഞുങ്ങൾ അവർക്ക് പുറത്തുനിന്നുള്ള വൈബ്രേഷൻസ് കിട്ടുന്നുണ്ട് എന്ന് അങ്ങനെയും പറയാറുണ്ട്. പണ്ടത്തെ അഭിമന്യുവിൻ്റെ ഒക്കെ കേസ് വെച്ചിട്ട് പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ അത് എത്രമാത്രം വാസ്തവമുണ്ട്? കുറേയൊക്കെ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഫീറ്റൽ ബ്രെയിനും ബോഡി ക്യാൻ റെസ്പോണ്ട് എക്സ്റ്റേണൽ സ്റ്റിമുലൈ. അത് സംഭവിക്കാറുണ്ട്, കുറേയൊക്കെ സംഭവിക്കും. ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഫീറ്റസ് ആക്റ്റീവ് ആണല്ലോ, കോൺഷ്യസ് ആയിരിക്കില്ല, പക്ഷേ
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബേസിക് ഫങ്ഷൻസ് ഉണ്ട് ബ്രെയിനിൻ്റെ. ഈ ഹാർട്ട് ബീറ്റും റെസ്പിറേഷൻ തുടങ്ങില്ല, അത് ജനിച്ച് കഴിഞ്ഞിട്ട് റെസ്പിറേഷൻ തുടങ്ങും. ബാക്കിയുള്ള പല അവയവങ്ങളിലും പല സ്റ്റേജസ് ഓഫ് ആക്ടിവിറ്റീസ് കാണും ഫീറ്റൽ സ്റ്റേജിൽ. അപ്പോൾ അങ്ങനെയുള്ള ആക്ടിവിറ്റി സ്റ്റേജിൽ എക്സ്റ്റേണൽ സ്റ്റിമുലൈ ക്യാൻ ഡെഫിനറ്റ്ലി ഇൻഫ്ലുവൻസ്. പിന്നെ മദറിൻ്റെ ഡിസീസസോ മദറിനുള്ള പ്രോബ്ലംസും കുട്ടിയിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റും. ഈ അമ്മയുടെ ഇമോഷണൽ സ്റ്റേജ് ഭയങ്കരമായിട്ട് കുട്ടി ഇൻഫ്ലുവൻസ് ചെയ്യുമോ ഗ്രോത്തിൽ? ഇമോഷണൽ സ്റ്റേജിൽ മദറിൻ്റെ തന്നെ BP വ്യത്യാസം വരാം, റെസ്പിറേറ്ററി റേറ്റിൽ വ്യത്യാസം വരാം. മദർ ടെൻസാകുമ്പോൾ ഈ കൊളസ്ട്രോൾ കൂടാം, ഈവൻ ഷുഗർ കൂടാം, ചില ആവശ്യമില്ലാത്ത നെഗറ്റീവ് ഹോർമോൺസ് പ്രൊഡക്ഷൻ കൂടും മദറിൽ. അത് ഇൻഡയറക്ട്ലി ക്യാൻ അഫക്ട് ദ ചൈൽഡ്. അപ്പോൾ മദർ വളരെ പീസ്ഫുള്ളായിട്ടും കമ്പോസ്ഡായിട്ടും ഒക്കെ ഇരിക്കുകയാണെങ്കിൽ ദാറ്റ് ഹാസ് എ ബെറ്റർ എഫക്റ്റ് ഓൺ ദി ചൈൽഡ്. അല്ലെങ്കിൽ വളരെ ടെൻസും ഇമോഷണലി വളറ്റയിലൊക്കെ ഇരിക്കുമ്പോൾ ഈ നെഗറ്റീവ് ഹോർമോൺസ് നോറഡ്രിനലിനും സ്റ്റീറോയിഡ്സും കോർട്ടിക്കോസ്റ്റീറോയിഡ്സൊക്കെ ശരീരത്തിലുണ്ടാകും. അത് BP, ഷുഗർ, കൊളസ്ട്രോൾ ഇതെല്ലാം കൂട്ടാം. ഇപ്പോൾ ഡയബറ്റിക് മദറിന് കുട്ടികൾക്ക് കോംപ്ലിക്കേഷൻ കൂടാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ ഈ ഒരു ഡയബറ്റീസും ഷുഗർ ഇല്ലെങ്കിലും തന്നെ ഇതുപോലുള്ള ബിഹേവിയറൽ പാറ്റേൺ കൊണ്ട് ഇതുപോലുള്ള നെഗറ്റീവ് ഹോർമോൺസ് കൂടുകയാണെങ്കിലും ഇൻഡയറക്ട്ലി ക്യാൻ അഫക്ട് ദ ചൈൽഡ്. ഡോക്ടർ നേരത്തെ പറഞ്ഞ ബ്രെയിൻ ഡെത്ത്, സയന്റിഫിക്കലി ആൻഡ് മെഡിക്കലി ബ്രെയിൻ ഡെത്ത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. മെഡിക്കലി അത് എങ്ങനെയാണ് അത് എക്സ്പ്രസ് ചെയ്യുന്നത്? കോൺട്രവേഴ്സി ഓൺ ദാറ്റ്, എസ്പെഷ്യലി ഓർഗൻ ഡൊണേഷന്റെ സമയത്ത് അവര് ന്യൂറോളജിസ്റ്റിനെ കൊണ്ടാണ് ചെക്ക് ചെയ്യുന്നത്. പലപ്പോഴും അത് പ്ലാൻസ് ഇൻ ടു കോൺട്രവേഴ്സി, ദിസ് ബ്രെയിൻ ഡെത്ത് ആൻഡ് അതിലെ കോൺട്രവേഴ്സിയെക്കാളും തെറ്റിദ്ധാരണയാണ് കൂടുതൽ ആളുകൾക്ക്. ഈ ഒരു പേഷ്യൻ്റ് വെന്റിലേറ്ററിൽ അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുകയാണെങ്കിലും ചിലപ്പോൾ പേഷ്യൻസും റിലേറ്റീവ്സും വിചാരിക്കും, പേഷ്യൻ്റ് അല്ല റിലേറ്റീവ്സ് വിചാരിക്കും മരിച്ചിട്ട് വെറുതെ വെന്റിലേറ്ററിൽ ഇട്ടിരിക്കുകയാണെന്ന് പറയും. അത് ഇറ്റ് ക്യാൻ നെവർ ഹാപ്പൻ. ഒരിക്കൽ ഹാർട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ദേഹം കേടാകാൻ തുടങ്ങും. നോട്ട് ഈവൻ ഫോർ അവേഴ്സ് യു ക്യാൻ, അൺലെസ് ഒരു ഇതിലൊക്കെ ഫ്രീസറൊക്കെ വെച്ചില്ലെങ്കിൽ ബോഡിയെ നിലനിർത്താൻ പറ്റില്ല. അങ്ങനെയുള്ള തെറ്റിദ്ധാരണയുണ്ട്. പിന്നെ ഇതിന് ഡെഫിനറ്റ് നോംസ് ഉണ്ട് ബ്രെയിൻ ഡെത്തിന് വേണ്ടിയിട്ട്. സെഡേറ്റീവ്സ് ആയിട്ടുള്ള മരുന്നുകളൊന്നും പേഷ്യൻ്റ് കൊടുത്തിരിക്കരുത്. അമിതമായിട്ട് BP ലോ ആയിരിക്കരുത്. ടെമ്പറേച്ചർ നോർമലായിരിക്കണം. സബ്നോർമൽ ടെമ്പറേച്ചറിൽ ബ്രെയിൻ ഡെത്ത് അസസ് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റായിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻ വരാൻ സാധ്യതയുണ്ട്. കാരണം സബ്നോർമൽ ടെമ്പറേച്ചറിൽ ബ്രെയിൻ ആൻഡ് അതർ ഓർഗൻസ് ക്യാൻ സ്റ്റിൽ ഫങ്ഷൻ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഹൈപ്പോതെർമിയ എന്നുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ ഉണ്ട്. ടെമ്പറേച്ചർ ലോ ആക്കി വെച്ച് കഴിയുമ്പോൾ മെറ്റബോളിക് ആക്ടിവിറ്റി ശരീരത്തിൻ്റെയും ബ്രെയിനിൻ്റെയും കുറയും. കുറഞ്ഞ ലെവലിലുള്ള മെറ്റബോളിക് ആക്ടിവിറ്റിയിൽ ബ്രെയിനെ നിലനിർത്താനും ശരീരത്തെ നിലനിർത്താനും പറ്റും. അതുകൊണ്ട് ടെമ്പറേച്ചർ നോർമലായിരിക്കണം. സെഡേറ്റീവ് ഡ്രഗ്സ് ഒന്നും കൊടുക്കരുത്. BP വളരെ ലോ ആകരുത്. പിന്നെ ഡോൾസൈ മൂവ്മെൻറ്റ്, ബ്രെയിൻ സ്റ്റെം ടെസ്റ്റൊക്കെ ഉണ്ട്. കണ്ണിൻ്റെ ചലനമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കുമ്പോഴുണ്ടാകുന്നുണ്ടോ, അങ്ങനെയൊക്കെയുള്ള ഫിസിക്കൽ ടെസ്റ്റുണ്ട്. അത് കഴിഞ്ഞാൽ ഇയർ സ്റ്റിമുലേഷനുണ്ട്. ഇയർ സ്റ്റിമുലേഷൻ ചെയ്ത് കഴിയുമ്പോൾ കണ്ണ് ഡീവിയേഷൻസ് വരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. തല അങ്ങോട്ടും തിരിക്കുമ്പോഴും കണ്ണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മാറാം. അപ്പം ഇങ്ങനെയൊക്കെ സ്റ്റാൻഡേർഡ് പ്രോട്ടോക്കോളുണ്ട് ബ്രെയിൻ ഡെത്ത് എടുക്കുക. പിന്നെ EEG ടെസ്റ്റ് ചെയ്യാം. EEG ടെസ്റ്റ് ഹാർട്ടിൽ ECG ചെയ്യുമ്പോൾ ഫ്ലാറ്റ് ആണെങ്കിൽ ഹാർട്ട് ഈസ് നോട്ട് ഫങ്ഷനിങ് എന്നുള്ള പോലെ തലച്ചോറിന് EEG ടെസ്റ്റ് ഉണ്ട്. ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ദ ബ്രെയിൻ, ഇലക്ട്രോ എൻസെഫലോഗ്രാം. അത് ചെയ്യുമ്പോൾ അത് ഫ്ലാറ്റ് ആണെങ്കിൽ ദാറ്റ് മീൻസ് പേഷ്യൻ്റ് ഇൻ ബ്രെയിൻ ഡെത്ത്. അപ്പോൾ ഇങ്ങനെയുള്ള ബാറ്ററി മെഡിക്കൽ ആസ്പെക്ടോടെ പറയാം. ബ്രെയിൻ ഡെത്ത് മീൻസ് അതർ ഓർഗൻസ് ആർ ഫങ്ഷനിങ്, എന്താണ് ബ്രെയിൻ മാത്രം ഡൈ ചെയ്യുന്നു എന്നാണ്, എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? ഇതിൽ ഹാർട്ട് ഈസ് ദ ലാസ്റ്റ് ഓർഗൻ ടു സ്റ്റോപ്പ്. ബ്രെയിനൊക്കെ നേരത്തെ, ബ്രെയിൻ ഹൈലി മെറ്റബോളിക്കലി ആക്റ്റീവ് ആയതുകൊണ്ട് ശരീരത്തിൻ്റെ ഇൻ ടേംസ് ഓഫ് വെയിറ്റ് വളരെ ചെറിയൊരു ഭാഗമാണെങ്കിലും ഏകദേശം 1% അത് അത്രയ്ക്ക് വരുന്നത്. 20% ഓഫ് ബ്ലഡും ഓക്സിജനും ബ്രെയിനിലേക്കാണ് പോകുന്നത്. ശരീരത്തിലുള്ള ഏറ്റവും ആക്റ്റീവായിട്ടുള്ള ഒരു ഓർഗൻ എന്ന് പറയുന്നത് ബ്രെയിനാണ്. അപ്പോൾ ബ്രെയിൻ ഡാമേജ്
ഇത് രണ്ടും ഷുഗർ കുറയുന്നതുകൊണ്ടും ബി പി കുറയുന്നതുകൊണ്ടും ബ്രെയിൻ ഡാമേജ് ഉണ്ടാകാനുള്ള സാധ്യത ഹൈ ആണ്. ഇറിവക്കബിൾ ബ്രെയിൻ ഡാമേജും ചിലപ്പോൾ ഉണ്ടായെന്ന് വരും. അപ്പോൾ ആ പോസിബിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് ഹാർട്ടാണ് ഏറ്റവും അവസാനം നോൺ ഫങ്ഷനിങ്. ബ്രെയിനിൻ്റെ തന്നെ പല ഭാഗങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ബുദ്ധിയുടെ ഫ്രോണ്ടൽ ലോബ്, ടെമ്പറൽ ലോബ്, ഈ പ്രധാനപ്പെട്ട ലോബ്സ് എല്ലാം ഉണ്ട്. അതെല്ലാം ഫങ്ഷൻലെസ് ആണേലും ബ്രെയിൻ സ്റ്റെം എന്നുള്ള ഒരു വൈറ്റൽ ഏരിയ ഉണ്ട് താഴ്ഭാഗത്തായിട്ട്. അതാണ് ലാസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ടു സ്റ്റോപ്പ് ഫങ്ഷനിങ്. അത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഹാർട്ട് നിന്ന് പോകും. അപ്പോൾ ബാക്കി എല്ലാ ആക്ടിയും കൈയും കാലം ഒരു അനക്കവും ഇല്ല, കണ്ണിന് ഒരു അനക്കവും ഇല്ല, ഒരു പ്രതികരണം ഇരിക്കുന്ന ഒരു പേഷ്യൻ്റെ ഈ ബ്രെയിൻ സ്റ്റെം എന്നുള്ള ഭാഗം സ്റ്റിൽ വർക്കിംഗ്, ഓപ്റ്റിമലിയിലെ സബ്സോർഡിനറി വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അത് വർക്ക് ചെയ്യുന്നിടത്തോളം കാലം ഹാർട്ടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതിൻ്റെ പ്രവർത്തനം നിന്ന് കഴിയുമ്പോൾ അതാണ് ബ്രെയിൻ ഡെത്ത് സ്റ്റേജ് എന്ന് പറയുമ്പോൾ പിന്നെ ഗ്രാജുവലി ഹാർട്ട് ഓൾസോ വിൽ സ്റ്റോപ്പ്. ആണ് ബ്രെയിനിൻ്റെ ചില ഭാഗങ്ങൾ. ബ്രെയിനിൻ്റെ ഏറ്റവും ഈ ഓട്ടോണമസ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ഭാഗമാണ് ബ്രെയിൻ സ്റ്റെം എന്നുള്ള പറയും, ഏറ്റവും അവസാനം നിൽക്കുന്നത്. അത് നിന്ന് കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ ബ്രെയിൻ ഡെത്ത്. അപ്പോൾ അത് നിൽക്കുന്നതിന് മുമ്പുള്ള ഒരു സ്റ്റേജാണ്. അത് ആൾമോസ്റ്റ് ഫങ്ഷൻലെസ് ആണ്. പക്ഷേ ഹാർട്ട് വിൽ സ്റ്റിൽ ബി ബീറ്റിംഗ്. ഓപ്റ്റിമലി അല്ല, ചിലപ്പോൾ ബി സം ഹാർട്ട് ആക്ടിവിറ്റി. ബി പി ഒക്കെ വളരെ ലോ ആയിരിക്കും. ചിലപ്പോൾ ബി പി തന്നെ റെക്കോർഡബിൾ അല്ലായിരിക്കുമ്പോഴും ഹാർട്ട് വിൽ ബി ഫങ്ഷനിങ്. അപ്പോൾ ബ്രെയിൻ സ്റ്റെമ്മിൻ്റെ ഫങ്ഷൻ തീരുമ്പോൾ ഗ്രാജുവലി ഹാർട്ട് വിൽ ഓൾസോ സ്റ്റോപ്പ്. ഇപ്പോഴുള്ളൊരു കൺഫ്യൂഷനാണ്, വിച്ച് ഈസ് നമുക്ക് അങ്ങനെ കമ്പാരിസൺ പറ്റില്ലെങ്കിലും ഏറ്റവും ക്രിട്ടിക്കലായ ഓർഗൻ എന്താണ്, ബ്രെയിൻ ആണോ ഹാർട്ടാണോ? ലൈഫ് നിലനിർത്താൻ ബ്രെയിൻ തന്നെയാണ്. ഇപ്പം ഹാർട്ട് വേണമെങ്കിൽ നമുക്ക് ഹാർട്ട് മാറ്റി വെച്ച് ശസ്ത്രക്രിയ ഒക്കെ ചെയ്തിട്ട് സ്റ്റിൽ ഹി ക്യാൻ ബി നോർമൽ ഹ്യൂമൻ ബീയിങ് അല്ലേ. പക്ഷേ ബ്രെയിൻ ആ ഭാഗം നിന്ന് കഴിഞ്ഞാൽ പിന്നെ ദർ ഇസ് നോ റീപ്ലേസ്മെൻറ്റ്. ബ്രെയിൻ്റെ ഒരു ട്രാൻസ്പ്ലാന്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നിട്ടുണ്ട്. ഇല്ല, അത് ഇത്രയും കണക്ഷൻസ്, മില്യൻസ് ഓഫ് നെറ്റ്വർക്കിംഗ് ഈസ് ദെയർ. അത് റീ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഇവനെ കമ്പ്യൂട്ടർ ഏജിൽ തന്നെ ടെക്നോളജി ഈസ് നോട്ട് ഏബിൾ ടു ഡു ദാറ്റ് ആൻഡ് ഇറ്റ് ക്യാൻ നെവർ ഡു ദാറ്റ് ഓൾസോ. ഒരാളുടെ ക്യാരക്ടർ, ഒരാളെ ഡിസൈഡ് ചെയ്യുന്നത് ബ്രെയിൻ ആണോ അതോ അയാളുടെ ജീനിയോളജി ആണോ, ജീൻസ് ആണോ? ജനറ്റിക്കായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഓരോ വ്യക്തിയുടെ ബിഹേവിയറും ആകൃതിയും ഫിസിക്കൽ ആക്ടിവിറ്റി എല്ലാം തന്നെ ജനറ്റിക്കായിട്ട് ഡിസൈഡ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ബാക്കിയൊക്കെ ബ്രെയിനിൻ്റെ തന്നെയാണ്. നമ്മൾ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ, നമ്മുടെ ഏർലി ലൈഫ് എക്സ്പീരിയൻസ്, വളരെ ബിറ്ററായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ ആകുമ്പോൾ വളർന്നു വരുമ്പോൾ അവർക്ക് ഒരു ഹോസ്റ്റൈൽ മൈൻഡായിരിക്കും. സൊസൈറ്റിയോടുകൂടി ഒരു വെറുപ്പ് തന്നെയായിരിക്കും. അവർ വിചാരിക്കുന്നത് സൊസൈറ്റി മുഴുവനും കള്ളന്മാരാണ്. യു കനോട്ട് ഡിപ്പെൻഡ് ഓൺ എനിബഡി, യു കനോട്ട് ട്രസ്റ്റ് എനിബഡി എന്നുള്ള. കാരണം ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് അത്രയും ബിറ്ററായിട്ട് വളരെയേറെ ഡിപ്പെൻഡ് ചെയ്ത ഒരാൾ എന്തെങ്കിലും ബിട്രേ ചെയ്യുമ്പോൾ ഫോർ വേരിയസ് വേസ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ദാറ്റ് ഈസ് ക്യാരിഡ് ഓൺ. അതൊരു പേഴ്സണാലിറ്റി ആയിട്ട് ചിലപ്പോൾ അവർക്ക് മാറും. നേരെ മറിച്ച് ഈ യങ്ങർ ഡേയ്സൊക്കെ വളരെ സ്മൂത്തായിട്ടും ഒക്കെ പോകുന്നവർ അവരെ ക്യാരക്ടർ ഡിഫറെൻ്റ് ആയിരിക്കും. ഡോക്ടർ, ഇപ്പോൾ ഈ നേച്ചർ വേഴ്സസ് നേച്ചർ എന്നുള്ളൊരു ആർഗ്യുമെൻ്റ് ഉണ്ട്. ഒരാൾ വളർന്നു വരുന്ന സാഹചര്യങ്ങളാണ് ഒരാളെ ഡിറ്റർമിൻ ചെയ്യുന്നത്, അതോ അയാളുടെ ഇന്നേറ്റ് ആയിട്ടുള്ള ജീൻസും, അതിലേതാണെന്നാണ് ഡോക്ടറുടെ ഒരു എക്സ്പീരിയൻസിൽ? അല്ല, രണ്ടിനും റോളുണ്ട്. ജനറ്റിക്കായിട്ട് പല കാര്യങ്ങളും ഡിറ്റർമൈൻഡ് ആണ്. ഈവൻ ഡിസീസസ് തന്നെ. ഇപ്പോൾ ഒരാൾക്ക് ഷുഗർ ഒരു ബി പി വരുമോ എന്നൊക്കെ ഉള്ള ജനറ്റിക് ടെസ്റ്റ് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ജനറ്റിക് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ അതൊക്കെ എത്തിക്കലല്ലാത്തതുകൊണ്ട് അത് പ്രോത്സാഹിപ്പിക്കാറില്ല, ചെയ്യിപ്പിക്കാറില്ല. ഇപ്പോൾ ഒരു ജോലിക്ക് പോകുന്നു, ജോബ് സീക്കിംഗ് ആയിട്ട് ഒരാൾ പോകുന്നു, അയാളെ ഹോർമോൺ ഇതൊക്കെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ക്രോമസോമൽ ടെസ്റ്റ് നടത്തിയ അയാളെ ക്യാരക്ടറെ പറ്റിയും ഡിസീസ് പ്രോൺനെസ്സിനെ പറ്റിയൊക്കെ ചിലപ്പോൾ ഇൻഫർമേഷൻ കിട്ടിയെന്ന്. സോ ദോസ് ആർ കൺസിഡേർഡ് അൺഎത്തിക്കൽ എന്നുള്ളതാണ്. ബേസിക്കലി ഹോർമോൺ ടെസ്റ്റ് നടത്തുകയാണ്. ക്രോമസോമൽ അൺഎത്തിക്കൽ കാരണം ചിലപ്പോഴൊക്കെ ഇതൊരു കറക്ഷൻ ഉള്ള ഒരു സ്കോപ്പും ഇല്ല. എങ്ങനെയാണെങ്കിൽ ഏതാ
ക്രോമസോമൽ ടെസ്റ്റ് നടത്തിയിട്ട് ഒരാളുടെ അത് നമ്മൾ ചിലതിന് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു ഫാമിലിയിൽ തന്നെ ആദ്യത്തെ കുട്ടി മന്ദബുദ്ധിയായിട്ട് സെറിബ്രൽ പാൾസി എന്ന് പറയാം, മന്ദബുദ്ധിയായിട്ട് ജനിച്ചു എന്നിരിക്കട്ടെ. അപ്പോൾ ഇനിയും ആ ഫാമിലിക്ക് അടുത്ത കുട്ടി അങ്ങനെ ആയിരിക്കും എന്നുള്ളതിന് ജനറ്റിക് ടെസ്റ്റും ക്രോമസോമൽ ടെസ്റ്റൊക്കെ അതൊക്കെ അക്സെപ്റ്റഡ് നോംസാണ്. അല്ലാതെ ഒരാളുടെ ബിഹേവിയറോ അയാളുടെ പ്രോൺനെസ് ഫോർ ഇതുപോലെ ബേസിക് ഡിസീസസിനോ ഒരു അൺനെസറി ആയിട്ടുള്ള യൂസ് പാടില്ലെന്നേ ഉള്ളൂ. ആസ് പാർട്ട് ഓഫ് ഡയഗ്നോസിസ് ആൻഡ് കൗൺസിലിംഗ് ജനറ്റിക് ടെസ്റ്റ് ക്രോമസോമൽ സ്റ്റഡീസ് ഡൂയിങ് ഇറ്റ് റെഗുലർലി വി ക്യാൻ ഡു ഇറ്റ്. അത് തെറ്റില്ല. സംശയമാണ്, ബ്രെയിനിന്റെ ഏത് ഭാഗമാണ് മൈൻഡിനെ ഹോസ്റ്റ് ചെയ്യുന്നത്? മൈൻഡ് എന്നൊരു കൺസെപ്റ്റ് ഇരിക്കുന്നത് മൈൻഡ് ഉണ്ടോ? അതാണ് ബേസിക് ചോദ്യം. മൈൻഡ് എന്ന് പറയുന്നത് ഒരു കോൺസെപ്റ്റ് മാത്രമാണോ, അത് ശരിക്കും ഉണ്ടോ? ലോബിൽ ഇരിക്കുന്ന മെമ്മറിയും വിഷനും ഒക്കെ ചേർന്ന ഒരു ഓവറോൾ കൺസെപ്റ്റാണ്. നമ്മളെ ഈ മൈൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ഈ മെമ്മറി സ്റ്റോർഡ് ഏരിയ തന്നെയാണ് മൈൻഡ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അതിനുള്ള ലിംബിക് സിസ്റ്റം എന്ന് പറഞ്ഞ് കുറേ ഏരിയാസ് ഉണ്ട് ബ്രെയിനിൽ തന്നെ. ലിംബിക് സിസ്റ്റമാണ് മൈൻഡ് എന്ന് നമുക്ക് പറയാം. ബിഹേവിയർ പാറ്റേൺ തീരുമാനിക്കുന്നത്, ബാക്കിയുള്ള ഓർമ്മയുടെ കാര്യങ്ങളാണെങ്കിലും എല്ലാം തന്നെ. അപ്പോൾ ആ ഏരിയസ് ദെയർ. പക്ഷെ അതിങ്ങനെ പിൻ പോയിൻറ്റ് ചെയ്യാവുന്ന ഇറ്റ്സ് ഇപ്പോൾ ഈ പറയുന്ന ഇൻറ്റൻസ് ഒരു നെറ്റ്വർക്കിംഗ്, കെമിക്കൽ ആയിട്ട് മെമ്മറി സ്റ്റോറേജ്, ഇലക്ട്രിക്കൽ സ്റ്റോറേജ് ഓഫ് മെമ്മറി ഒക്കെ ആയിട്ടൊക്കെ ഉള്ള ആ ഏരിയ എന്തെങ്കിലും സ്ട്രക്ചറലി എന്തെങ്കിലും ഡിഫറെൻറ്റ്, മെമ്മറി സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ പോർഷൻ അതിന് എന്തെങ്കിലും ഒരു പ്രത്യേകത മറ്റ്? അല്ല, ബ്രെയിനിൻ്റെ ഓരോ ഭാഗത്തിൻ്റെയും ഫിസിക്കലി ഡിഫറെൻ്റ് ആണല്ലോ. അതുണ്ട്. സ്ട്രക്ചറലി ഡിഫറൻസ് ഉണ്ട്. കാരണം അവിടെയുള്ള ന്യൂറോൺസിൻ്റെ വലിപ്പവും സൈസും ഇൻ്റർ കണക്ടിവിറ്റിയും ഒക്കെ തന്നെ ഡിഫറെൻ്റ് ആണ്. ബ്രെയിനിൻ്റെ ഓരോ ഭാഗത്തും ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ കൈയും കാലൊക്കെ ചലനങ്ങൾ നിയന്ത്രിക്കുന്ന ബെഡ് സെൽ എന്ന് പറയും. അതിപ്പോൾ തലച്ചോറുള്ള ഏറ്റവും വണ്ണം കൂടിയ കോശങ്ങൾ ഇത് സെൽസായിരിക്കും. അപ്പം അങ്ങനെ ഫിസിക്കലായിട്ടുള്ള സ്ട്രക്ചറൽ ഡിഫറൻസ് ഉണ്ട് ഓരോ ഏരിയയിലുള്ള ബ്രെയിൻ സ്ട്രക്ചേഴ്സിന്. ഇതിപ്പോൾ ഈ ലിംബിക് സിസ്റ്റമാണ് മെമ്മറിയും നമ്മുടെ ഇമോഷണൽ കണ്ടൻറ്റും എല്ലാം തീരുമാനിക്കുന്നത്. ഐൻസ്റ്റൈൻ്റെ ബ്രെയിൻ ഇപ്പോഴും പ്രിസർവ് ചെയ്തിരിക്കുകയാണ്, ബിക്കോസ് അതിൻ്റെ IQ is like 160 above. അപ്പോൾ ദാറ്റ് ഈസ് ലൈക്ക് സൂപ്പർ ഇൻ്റലിജൻറ്റ്. ആൻഡ് whereas somebody else, a normal person may not have so much of അയാളുടെ ബ്രെയിനിനെ പറ്റി ആരും കെയർ പോലും ചെയ്യാറില്ല. Why is it that ഒരു സൂപ്പർ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് ഇപ്പോൾ ബ്രെയിൻ പവറുമായിട്ട് കണക്ട് ചെയ്യുന്ന എന്താണ്? when the constitution of brain is same for every human being. അങ്ങനെ അതാ പറഞ്ഞത്. എയിൻസ്റ്റീൻ്റെ ബ്രെയിനും സാധാരണ ഒരു വ്യക്തിയുടെ ബ്രെയിനായിട്ടോ പറയാൻ വേണ്ടിയിട്ടുള്ള വ്യത്യാസങ്ങളില്ല. സ്ട്രക്ചറലി ഇൻ ടേംസ് ഓഫ് വെയിറ്റ് ഓർ ഷേപ്പ് ഓർ സ്ട്രക്ചറലി. ഡിഫറൻസ് ഞാൻ നേരത്തെ പറഞ്ഞാണല്ലോ. അപ്പോൾ നമ്മളൊക്കെ ബ്രെയിനിനെ ഒരു ടൈപ്പ് റൈറ്ററായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെ ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റഡ് കമ്പ്യൂട്ടറായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം കോൺഷ്യസ്ലി അത് ഉപയോഗിച്ചാലല്ലോ, അതിന്റെ ഒരു ഇൻബിൽറ്റ് മെക്കാനിസം കൂടെ ഉണ്ടല്ലോ. അതൊരു ആൾ പറയുന്നത് അല്ല, എല്ലാത്തിലും ജനറ്റിക് ഒരു കമ്പോണൻ്റ് ഉണ്ട് എല്ലാത്തിലും. എന്നാലും നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു? ഇപ്പോൾ എൻഷ്യൻ്റെയൊക്കെ ബ്രെയിന് നോർമൽ ബ്രെയിനേക്കാളും ചില ഭാഗങ്ങൾ ചെറുതാണെന്നാണ് പറയുന്നത്, വലുതല്ല. ഈ സ്ട്രക്ചറലി ചെറുതാണെന്നാണ്. ഈ ഇതൊക്കെ ഉണ്ടല്ലോ പെയിൻറ്റേഴ്സും മറ്റും. അപ്പോൾ അവരുടെ അതുമായിട്ട് ബന്ധപ്പെട്ട ബ്രെയിൻ വിൽ ബി ലിറ്റിൽ മോർ ഡെവലപ്പ്, വേറെ അതർ ഏരിയാസ് വിൽ ബി. നമ്മൾ ഉപയോഗിക്കാത്ത ബ്രെയിൻ ഏൻഷ്യനെല്ലാം ആരാണെങ്കിലും അത് ചുരുങ്ങും, സൈസിലും ചുരുങ്ങുമോ ഓവർ എ പീരിയഡ് ഓഫ് ടൈം. നമ്മുടെ ഹ്യൂമൻ എവല്യൂഷൻ നോക്കുമ്പോൾ തന്നെ നമ്മുടെ ആകൃതിയൊക്കെ മാറി മാറി വരുന്നു. മറ്റ് ആനിമൽസിന്, ബേസിക് ആനിമൽസിനൊക്കെ സ്മെല്ലും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഹിപ്പോകാമ്പൽ സർക്കിൾ എന്ന് പറഞ്ഞല്ലോ, അതിലാണ് കൂടുതൽ ഡെവലപ്പ് ഇരിക്കുന്നത്. കാരണം പ്രേയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടും മണത്ത് ആഹാരം തിരിച്ചറിയാൻ വേണ്ടിയിട്ടും ഇതൊക്കെ. ഹ്യൂമൻ എവല്യൂഷൻ വരുന്തോറും മുഖം അകത്തോട്ട് ചപ്പിപ്പോവുകയും തലച്ചോറ് മുൻവശം കുറച്ചുകൂടെ വലുതാവുകയും ചെയ്യുന്നു. മറ്റേ ഇതിലൊക്കെ ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്, എലി എന്നൊക്കെ പറയുന്നത്. മനുഷ്യരാകുമ്പോൾ തലച്ചോറ് ഇങ്ങനെ മാറിക്കഴിഞ്ഞില്ലേ. അപ്പോൾ എവല്യൂഷൻ്റെ ഭാഗമായിട്ട് പെർസെപ്റ്റബിളല്ല, സ്ലോ ചേഞ്ചസ്
ഡു occur. ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾക്ക് സ്പെഷ്യൽ എബിലിറ്റി ഉണ്ടെന്ന്, അപ്പൊ അവരുടെ ബ്രെയിനിൽ അത് എന്താണ് ഒരു വ്യത്യാസം വരുന്നത്? ഇതിൽ ഒരു 90% ട്രെയിനിങ്ങും യുവർ കമ്മിറ്റ്മെൻറ്റ് ആൻഡ് യുവർ മൈൻഡ് ടു ഡു സർട്ടൻ തിങ്സ്. ഇപ്പോൾ സ്പോർട്സ് ആക്ടിവിറ്റീസൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട തലച്ചോറ് കൂടുതൽ ഡെവലപ്പായി, ഡെക്സ്റ്ററിറ്റിയും അതൊക്കെ കൂടുതലായിരിക്കും. നേരെ മറിച്ച് വേറെ മ്യൂസിക്കും ഇതിനൊക്കെ അതിനും ബ്രെയിനിൻ്റെ ചില ഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങളായിരിക്കും കുറച്ചുകൂടെ സൈസിലും വ്യത്യാസം വന്നില്ലെങ്കിലും ഈ സർക്യൂട്ട്സിൽ വ്യത്യാസം, ആക്ടിവേഷൻ ഓഫ് സർക്യൂട്ട്സ് അതിലാണ് വ്യത്യാസം വരുന്നത്. ഐ മീൻ ഓവറോൾ സ്ട്രക്ചറിലില്ല. സ്ട്രക്ചറിലൊക്കെ ഭയങ്കര ആൾമോസ്റ്റ് സെയിം ആണ്, ഒരു ഡിഫറൻസ് എന്ന് പറയാനൊന്നുമില്ല. ഡോക്ടർ അങ്ങനെയാണെങ്കിൽ ഒരു കൊച്ചുകുട്ടി ഒരു 3-4 ഒരു വയസ്സുള്ള കുട്ടി മുതൽ ഇഫ് ഹി ഓർ ഷീ ട്രെയിൻസ് ഇൻ എ പർട്ടിക്കുലർ പാർട്ട് ഓഫ് ദി ബ്രെയിൻ, സേ ലെഫ്റ്റ് സൈഡ് ഓഫ് ദി ബ്രെയിൻ സേസ് ഫോർ റാഷണൽ തിങ്കിങ്, അതിൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ he or she will be able to grow as intelligent as Einstein എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും സാഹചര്യങ്ങൾ, സോഷ്യൽ സർക്കംസ്റ്റൻസസ്, നമ്മളെ വളർത്തിയെടുക്കുന്ന സാഹചര്യങ്ങൾ, നമ്മളെ പ്രോത്സാഹനം ഏത് രീതിയിൽ കിട്ടുന്നു, ഇതനുസരിച്ചൊക്കെ ഈ ജനറ്റിക് കമ്പോണൻറ്റ് എല്ലാത്തിലും ഉണ്ട് ടു സം എക്സ്റ്റെൻറ്റ്. ബാക്കി മുഴുവനും എൻവയോൺമെൻറ്റും സോഷ്യൽ സിറ്റുവേഷനാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഈ ലെഫ്റ്റ് ബ്രെയിൻ റൈറ്റ് ബ്രെയിൻ ആ കൺസെപ്റ്റോട് ഒന്ന് പറയാം. കാരണം റൈറ്റ് ബ്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരെ കൂടുതലായി ആർട്ടിസ്റ്റിക് ആണ് എന്നാണല്ലോ പറയാറ്, അതായത് ലെഫ്റ്റീസ് ബേസിക്കലി. അത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എങ്ങനെയാണ്? ഇത് നോർമലി റൈറ്റ് ഹാൻഡഡ് ആണ് ഹ്യൂമൻ ബീയിങ്സൊക്കെ, വലത്തെ കൈയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ആൻഡ് അതുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റിയൊക്കെ ലെഫ്റ്റ് സൈഡ് ഓഫ് ദി ബ്രെയിനാണ് നിയന്ത്രിക്കുന്നത്. പക്ഷേ ബാക്കിയുള്ള ഈ ഫിസിക്കൽ ആക്ടിവിറ്റീസ്, കോർഡിനേഷൻ, പെയിൻറ്റിങ്ങും ഇതുപോലുള്ള പല ആക്ടിവിറ്റീസും റൈറ്റ് സൈഡ് ഓഫ് ദി ബ്രെയിനാണ്, പരേറ്റോ ടെമ്പറൽ ലോബിലുള്ള റൈറ്റ് സൈഡ് ഓഫ് ദി ബ്രെയിനാണ് നിയന്ത്രിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. പിന്നെ ചിലർ ആംബിഡെക്സ്ട്രസ് ആയിരിക്കും. ബോത്ത് സൈഡ്സ് ഓഫ് ദി ബ്രെയിൻ ആർ ഈക്വലി കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ സ്പോർട്സിലൊക്കെ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള നല്ലൊരു ശതമാനം ആളുകളും ലെഫ്റ്റ് ഹാൻഡഡ് ആയിരിക്കും. കാരണം ഡെക്സ്റ്ററിറ്റിക്ക് കൂടുതലും ലെഫ്റ്റ് സൈഡ്, ലെഫ്റ്റ് ഹാൻഡഡ് ആളുകളാണ് ബെറ്ററാണ് എന്നുള്ളത്. ക്രിയേറ്റീവ് ആയിട്ടുള്ളതും റൈറ്റ് ബ്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, അതായത് ലെഫ്റ്റീസ് ആണ് കൂടുതൽ. ക്രിയേറ്റിവിറ്റിയുടെ ചില ഭാഗങ്ങൾ റൈറ്റും ചില ലെഫ്റ്റും ഒക്കെ വരുന്നുണ്ട്. So which means in a normal human being the left side is more active than the right, because most of us ലെഫ്റ്റ് are ബ്രെയിൻ, left Yes, side. So most of us are right handed, അതുകൊണ്ട് the left side is ലെഫ്റ്റ് സൈഡ് ഓഫ് ദി ബ്രെയിൻ ഇസ് മോർ ആക്റ്റീവ്. അതുപോലെ ഡോക്ടർ ബ്രെയിന് ജെൻഡർ ഉണ്ടോ? ലൈക്ക് ഒരു ജെൻഡർ ഇപ്പോൾ ഒരു ബ്രെയിനിൽ കണ്ടാൽ സ്ട്രക്ചറലി ജെൻഡർ വ്യത്യാസം, ജെൻഡർ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ വ്യത്യാസം. ബ്രെയിനിൽ നമുക്ക് വയ്ക്കണം. അപ്പൊ ഇതൊരു സോഷ്യൽ കണ്ടീഷനിങ് ആണോ? ജെൻഡർ എന്ന് പറയുന്നത് ടോട്ടലി സോഷ്യൽ കണ്ടീഷനിങ് ആണോ? ജെൻഡർ എന്നൊക്കെ പറയുന്നത് ഈ നമ്മുടെ ക്രോമസോം അനുസരിച്ചിരിക്കും. അല്ലാതെ ബ്രെയിൻ ആസ് സച്ച് ബ്രെയിൻ അല്ലല്ല, ബ്രെയിൻ നത്തിങ് ടു ഡു വിത്ത് ദാറ്റ്. അതൊരു പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടിയെ തിരിച്ചു പെൺകുട്ടിയെ ആൺകുട്ടിയെ പോലെ എല്ലാവരുടെയും ഹ്യൂമൻ ബീയിങ്ങിന്റെ എല്ലാവരുടെയും ബ്രെയിൻ ഒരുപോലെയൊക്കെ ഉള്ളൂ. ഈ സ്ത്രീകളുടെ റൈറ്റ് സൈഡ് ഓഫ് ദ ബ്രെയിൻ കുറച്ച് അങ്ങനെ ഒരു തിയറി ഉണ്ടല്ലോ, ചില സ്ത്രീകളുടെ സർട്ടൻ സൈഡ് ഓഫ് ബ്രെയിൻ ആണ് മോർ ആക്റ്റീവ്, അങ്ങനെ ഉണ്ടോ? അങ്ങനെ സ്പെസിഫിക് ആയിട്ട് സയന്റിഫിക്കലി അങ്ങനെ ഒരു വകഭേദമില്ല. പിന്നെ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ വാട്ട് യു ഡു ഇൻ ലൈഫ്. ആൻഡ് നമ്മളെ ബ്രിങ്ങിങ് അപ്പ് സ്റ്റേജിൽ നമ്മുടെ ഇൻട്രസ്റ്റൊക്കെ എന്തിലായിരുന്നു എന്നുള്ളതനുസരിച്ചായിരിക്കും ഇതുപോലുള്ള കാര്യങ്ങൾ വരുന്നത്. അത് എന്നും പറഞ്ഞാൽ ആ ഭാഗത്തിൻ്റെ ബ്രെയിൻ കൂടുതൽ ഡെവലപ്പ് ചെയ്യണമെന്നില്ല. ഈ സർക്യൂട്ട് ഇൻ്റർ കണക്ഷൻസ് ആക്ടിവേറ്റ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഈ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾ കൂടുതലായി ജനിക്കുന്നുണ്ടോ കേരളത്തിൽ? ഇപ്പോൾ നമ്പർ കൂടിയിട്ടുണ്ടോ? അനോമലീസ് ഇപ്പോൾ കുറവാണ്, നേരെ തിരിച്ചാണ്. പണ്ടൊക്കെ ഒരു 20 വർഷത്തിന് മുമ്പേ ഞാൻ മെഡിക്കൽ കോളേജൊക്കെ ഉണ്ടായിരുന്നപ്പോൾ നട്ടലിൻ്റെ തലച്ചോറിൻ്റെ അനോമലീസുള്ള, നട്ടലിൽ മുഴവരെയും കാലിൻ്റെ ചലനം നഷ്ടപ്പെട്ട രീതിയിലുള്ളതും തല വലുതായിട്ടുള്ള കുട്ടികൾ, ഇങ്ങനെയൊക്കെ ഉള്ളവർ ഒരു ആഴ്ചയിൽ ഒരു 13 കേസ് ഓപ്പറേഷൻ ചെയ്യുമായിരുന്നു. അത്രയ്ക്കും എണ്ണങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ ആൻറ്റിനേറ്റൽ കെയറും ബാക്കിയൊക്കെ ഇമ്പ്രൂവ് ചെയ്തതോടുകൂടി ഈ കൺജനൈറ്റൽ അനോമലീസ് കുറഞ്ഞാണ് വരുന്നത്. ഓട്ടിസ്റ്റിക് കുട്ടികളുടെ നമ്പർ കുറയുന്നു എന്നാണോ ഡോക്ടർ ഒബ്സർവ് ചെയ്യുന്നത്? അനോമലീസ് കുറയുന്നുണ്ട് തീർച്ചയായിട്ടും, പിക്കപ്പ് കൂടുന്നുണ്ട് എന്നുള്ളത്. ഇപ്പോൾ
ഞാൻ ഈ പറഞ്ഞ പോലെ ഉള്ള അനോമലീസൊക്കെ ഇപ്പോൾ ഒരു 10 വർഷത്തിൽ ഞാൻ ഒരു കേസായിരിക്കും കണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു പ്രൈവറ്റ് സെക്ടർ ഇത് വെച്ച് നോക്കുമ്പോൾ. ഗവൺമെൻറ് സെക്ടറിൽ ഏകദേശം അതുപോലൊക്കെ തന്നെയാണ്. ബെറ്റർ ആൻറ്റിനേറ്റൽ കെയറൊക്കെ വന്നതോടുകൂടി അനോമലീസ് കുറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും. ഡോക്ടർ, ഈ ഓട്ടിസത്തിൻ്റെ കാര്യത്തിൽ ഈ പാരൻസിൻ്റെ പ്രത്യേകിച്ച് അമ്മമാരുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് ലിങ്ക് ചെയ്തൊക്കെ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് വരികയും ഭയങ്കര കോൺട്രവേഴ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. അത് തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഇതിപ്പോൾ ഈ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ലഹരി ഉപയോഗിക്കുന്നത്, ഡ്രഗ് ഉപയോഗിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കുട്ടിയെ ബാധിക്കാം. പക്ഷെ അത് ഓട്ടിസ്റ്റിക് കുട്ടി അത് ഏത് ഫങ്ഷൻ വേണേലും ബാധിക്കാം. അത് ഇപ്പോഴൊക്കെ നമ്മൾ നേരത്തെ ഡിറ്റക്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ലൈവ് സ്റ്റേജിലേക്ക് കുട്ടി പോകുന്ന മുമ്പ് തന്നെ നമ്മളെ പല ടെസ്റ്റ് കൊണ്ട് കണ്ടുപിടിക്കാം, അൾട്രാസൗണ്ട് കൊണ്ടും ടെസ്റ്റ് കൊണ്ടും കണ്ടുപിടിച്ചിട്ട് ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസിയൊക്കെ ഇപ്പോൾ ചെയ്യാറുണ്ട്. ഗ്രോസ് അനോമലീസ് ഉള്ള കുട്ടികൾക്ക് ചെറിയ തോതിലല്ല. പിന്നെ ആൻറ്റിനേറ്റൽ കെയറൊക്കെ ബെറ്റർ ആണല്ലോ. വൈറ്റമിൻ സപ്ലിമെൻറ്റേഷനും ആൻറ്റിനേറ്റൽ കെയറൊക്കെ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ കഞ്ചനിറ്റൽ അനോമലീസ് ഡെഫിനറ്റ്ലി കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ ഡിറ്റക്ഷൻ കൂടുന്നുണ്ട്. ഡോക്ടർ, നേരത്തെ നമ്മൾ ഐക്യുവിൻ്റെ കാര്യം പറഞ്ഞു, അതേപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും ചർച്ച ചെയ്യാവുന്ന ഒരു കാര്യമാണ് EQ. അതിൽ 2 ചോദ്യങ്ങളാണ്. ഒന്ന്, ബ്രെയിനിൻ്റെ ഏത് ഭാഗമാണ്, ഏത് പോർഷനാണ് ഈ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത്? മറ്റൊന്ന്, EQ ഫോം ചെയ്യുന്നതാണോ അതോ IQ പോലെ അത് ഓൾറെഡി ഇന്നേറ്റ് ആയിട്ടുള്ളതാണോ അതോ ഓവർ സോഷ്യൽ പീരീഡിൽ? ഇമോഷനെ നിയന്ത്രിക്കുന്നത് ഈ ലിംബിക് സിസ്റ്റമാണ്. ലിംബിക് സിസ്റ്റം എന്ന് പറയുമ്പോൾ മെയിൻലി ഈ ടെമ്പറൽ ലോബ് എന്ന് പറയും, ഇവിടുത്തെ ഫ്രോണ്ടൽ ബേസ് ഓഫ് ദി ഫ്രോണ്ടൽ ലോബ്, പിന്നെ മിഡിൽ റീജിയനുള്ള ചില പാർട്സ് ലിംബിക് സിസ്റ്റം എന്ന് പറയും. ദാറ്റ് കൺട്രോൾസ് ദി ഇമോഷണൽ ആസ്പെക്ട് ഓഫ് ഹ്യൂമൻ ബീയിങ്. അത് എങ്ങനെയാണ്, ഇന്നേറ്റ് ആയിട്ടുള്ളതാണോ അതോ ഓവർ പീരീഡ്? അത് ഇതെല്ലാം ബേസിക് ആയിട്ടുള്ള ഫങ്ഷൻസാണ്. ഓൾമോസ്റ്റ് ഓട്ടോണമസ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി ഹാപ്പനിങ് ആണ്. പിന്നെ ഇതിൽ കുറേയൊക്കെ നമ്മുടെ ബിഹേവിയർ അനുസരിച്ച് മാറ്റിയെടുക്കാൻ പറ്റും. റെസ്പോൺസൊക്കെ ഒരു ഷോർട്ട് ടെമ്പേർഡാണ്, വയലൻ്റ് ആയിട്ടുള്ള വ്യക്തികളൊക്കെ മരുന്ന് കൊണ്ടും ഇതൊക്കെ കൊണ്ട് മാറ്റിയെടുക്കാം കുറേയൊക്കെ. അതാണ് ലിംബിക് സിസ്റ്റത്തിൽ വരുന്നതാണ് ആ ഭാഗമൊക്കെ. ഈ ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ള ആളുകൾക്ക്, റിമോർസ് കുറവുള്ള ആളുകൾ, ബ്രെയിനിൽ അവർക്ക് സ്ട്രക്ചറലി ഡിഫറെൻ്റ് ആണ്. സ്ട്രക്ചറലി ഇൻ ടേംസ് ഓഫ് നമ്പർ ഓഫ് ന്യൂറോൺസും ഇൻ്റർ കണക്ഷൻസിൽ ഒന്നും വ്യത്യാസമൊന്നുമില്ല. അതെല്ലാം ഒരുപോലൊക്കെ തന്നെയാണ്. പിന്നെ ഏത് പാർട്ട് ഓഫ് ദി ബ്രെയിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നു എന്നുള്ളത് പോലെ ഇരിക്കും. ഈ നമുക്ക് ദേഷ്യവും വയലൻസൊക്കെ വരുമ്പോൾ നമ്മൾ ചില ഹോർമോൺസ്, കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് ഉണ്ട്, അഡ്രിനലിൻ ഉണ്ട്, ഇങ്ങനെയുള്ള ചില ഹാർംഫുൾ ഹോർമോൺസ്. ഈ ഹോർമോൺസ് കൂടുമ്പോൾ നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടും, നമ്മുടെ ഈ പേശികളുമൊക്കെ ഓവറായിട്ട് റിയാക്ട് ചെയ്യും. അങ്ങനെയൊക്കെയാണ് വരുന്നത്. ബ്രെയിനിനെ ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഉദ്ദീപിപ്പിക്കാനാകുമോ, അല്ലെങ്കിൽ അതിനെ തളർത്താനാകുമോ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയിലൂടെ, അല്ലെങ്കിൽ മെഡിസിനിലൂടെ, ഡ്രഗിൻ്റെ യൂസിലൂടെ? നമ്മൾ ഈ ആൽക്കഹോൾ, ഡ്രഗ്, ഇതെല്ലാം തന്നെ ബ്രെയിനിനെ തളർത്തുന്ന, ബ്രെയിൻ ഡാമേജ് ഉണ്ടാക്കാവുന്ന കാര്യങ്ങളാണ്. അവിടെയൊക്കെ ഈ കോശങ്ങളുടെ നാശം തന്നെ പലപ്പോഴും ഉണ്ടായത് ഇറിവേഴ്സിബിൾ ഡാമേജ് ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ് അതൊക്കെ എല്ലാം. അപ്പം അങ്ങനെയുള്ള എലിമെൻറ്റ്സ് ഉണ്ട്. നേരെ തിരിച്ച് ബ്രെയിനിനെ കൂടുതൽ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോസസ്സ് ഉണ്ടോ, അല്ലെങ്കിൽ ഒരു ഡ്രഗ് ഉണ്ടോ? ആക്ടിവിറ്റി കൂട്ടാനുള്ളത് ഇതൊക്കെ ഉള്ളൂ. നമ്മുടെ ഫിസിക്കൽ മെൻ്റൽ ആക്ടിവിറ്റി കൂട്ടുക എന്നുള്ളതാണ്. ഫിസിക്കലി മെൻ്റൽ ആക്ടിവിറ്റി കൂട്ടിക്കഴിയുമ്പോൾ ബ്രെയിൻ ഫങ്ഷൻ ക്വാളിറ്റേറ്റ് ഇമ്പ്രൂവ്മെൻറ്റ് കാണും. അതിൽ തീർച്ചയായിട്ടും കാണും. മൈ ക്വസ്റ്റ്യൻ ഈസ്, ഒരു സബ്സ്റ്റൻസ് അബ്യൂസ് ചെയ്യുന്ന അയാൾ ആ സബ്സ്റ്റൻസ് അബ്യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അയാളുടെ ബ്രെയിൻ ആക്ടിവിറ്റി കൂടുതൽ ത്വരിതഗതിയിൽ നടക്കുക, അയാൾ കൂടുതൽ മേ ബി വയലൻ്റ് ആകുക, അല്ലെങ്കിൽ അയാൾ അതനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുക? ഇത് 2 പ്ലെയിനിലാണ് വർക്ക് ചെയ്യുന്നത് ഈ ഡ്രഗ്സും ഒക്കെ. ഒന്ന് ബ്രെയിൻ സ്റ്റിമുലേഷനാണ്, മറ്റേ ബ്രെയിൻ ഡിപ്രഷനാണ്. മിക്കവാറും ഈ ഡ്രഗ്സൊക്കെ പിന്നെ ഹലൂസിനേഷൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആൾട്ടേർഡ് ബിഹേവിയർ ആൻഡ് ഇല്യൂഷനും ഡെല്യൂഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലുള്ള
ഈ ലിംബിക് സിസ്റ്റത്തിനെ വല്ലാതെ അത് ബാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഡ്രഗ്സ്. പിന്നെ ഈ മിക്കവാറും ഈ ഡ്രഗ്സിൻ്റെ ഒരു ഇൻക്ലൂഡിങ് ആൽക്കഹോൾ എന്ന് വെച്ചാൽ ഹാബിറ്റ് ഫോർമേഷൻ, ഡിപ്പെൻഡൻസി വളരെ ഹൈ ആണ്. ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ടു ഗെറ്റ് ഔട്ട് ഓഫ് ദോസ് ഹാബിറ്റ്സ് ഈസ് ആൾമോസ്റ്റ് ഇമ്പോസിബിൾ വാട്ട് എവർ യു ഡു. അപ്പോൾ അതുകൊണ്ടാണ് ടീച്ച് ദം യങ് ക്യാച്ച് ദം യങ് എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ നമ്മൾ പിള്ളേരുടെ ഇത് പണ്ടൊക്കെ ആൽക്കഹോൾ ഉപയോഗിക്കുന്നത് ഒരു 20-21 വയസ്സുള്ള വ്യക്തിയാണ്. ഇപ്പോൾ 10 വയസ്സും 14 വയസ്സുള്ള പിള്ളേർ തന്നെ ആൽക്കഹോൾ ഉപയോഗിക്കുന്നുണ്ട്. ഡ്രഗ് ഉപയോഗിക്കുന്ന ഈവൻ സെയിം ഏജ് ലിമിറ്റുള്ളവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ ലിംബിക് സിസ്റ്റത്തിനെ അത് ബാധിക്കുന്നു എന്നുള്ളതാണ്. ഇല്യൂഷനും ഡെല്യൂഷൻസും എക്സൈറ്റ്മെൻറ്റും ഡിപ്രഷനും ഒക്കെ ഇത് പല പല രീതിയിൽ അത് ബ്രെയിനിനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. ഹ്യൂമൻ ബീയിങ്സ് ഉറക്കം മാൻഡേറ്ററി ആണല്ലോ, മനുഷ്യർക്ക് ഉറക്കം മാൻഡേറ്ററി ആണ്. ബ്രെയിന് ഉറങ്ങാറുണ്ട്, അത് ബ്രെയിന് 24 hours ആക്റ്റീവായിരിക്കുകയാണ് ചെയ്യുന്നത്. ബ്രെയിനിൻ്റെ ചില ഭാഗങ്ങൾ അത്ര ഇപ്പോൾ നമ്മൾ ഉറങ്ങുമ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റം, ഈ ആഹാരം ദഹിക്കണമെങ്കിൽ പോലും ബ്രെയിൻ ആക്ടിവിറ്റി വേണം. ഓട്ടോണമസ് ആയിട്ട് നടക്കുന്നതാണ്, നമ്മളറിയാതെ നടക്കുന്നതാണ്. അപ്പോൾ ആ ഭാഗം ലോ ലെവലുള്ള ആക്ടിവിറ്റി ആയിരിക്കും. ആക്ടിവിറ്റി ഇല്ല എന്നല്ല, കാരണം ഈ റം സ്ലീപ്പിൽ കൈയും കാലിൻ്റെയൊക്കെ നമ്മളറിയാതെ തന്നെ ചലനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചിലപ്പോൾ ഉണ്ടായിന്ന് വരും. പിന്നെ മസ്കുലർ ആക്ടിവിറ്റി അതും കുറയുന്നുണ്ട് ഉറക്കത്തിൽ. പക്ഷേ ഈ റിപ്പയറിങ്, റീഫർണിഷിങ് ഓഫ് എനർജി പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് ആ സമയത്ത്. അത് മറ്റുള്ള സമയത്തേക്കാളും ബ്രെയിന് കൂടുതൽ ആക്റ്റീവായിരിക്കും. ബ്രെയിനിൻ്റെ പല പല ഭാഗങ്ങൾ പല പല കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഈ മസ്കുലർ ആക്ടിവിറ്റി, ഡൈജഷൻ, ഇങ്ങനെയുള്ള ഈവൻ ഹാർട്ട് റേറ്റ്, ബ്ലഡ് പ്രഷർ, ഇതെല്ലാം ഒരു ലോവർ ലെവലിലേക്ക് ബേസ് ലെവലിലേക്ക് വരികയും ഇൻക്ലൂഡിങ് ടെമ്പറേച്ചർ വരികയും ഇതുപോലെ റീപ്ലേസ് ചെയ്യേണ്ട ബ്രെയിനിൻ്റെ ഭാഗം ആക്റ്റീവ് ആവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. സ്ലീപ്പ് നെഗറ്റീവ് പാസീവായിട്ടുള്ളൊരു കാര്യമല്ല, ഇറ്റ് ഇസ് എ വെരി ആക്റ്റീവ് ഫിനോമിന. റംസ് 4 or 5 stages ഓഫ് സ്ലീപ്പ് ഈസ് ദെയർ. റമ്മും നോൺ റം സ്ലീപ്പ് എന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാ സ്റ്റേജസും വളരെ ഏറെ ആക്ടിവിറ്റി. പക്ഷേ കമ്പാരിറ്റീവ്ലി ചില ഫങ്ഷൻസ് കുറയുന്നു, ചിലത് റിപ്പറേറ്റീവ് ആക്ഷൻ കൂടുന്നുണ്ട്, എനർജി പ്രൊഡക്ഷൻ കൂടുന്നുണ്ട്. ഇത് രണ്ടും ഇല്ലെങ്കിൽ പിന്നെ അത് പേഷ്യൻ്റെ ഹെൽത്തിനെ ബാധിക്കുമല്ലോ. ഡോക്ടർ, അതുപോലെ ഈ ഡിപ്രഷൻ കേസസ് ഒരുപാട് കൂടി വരുന്നതായിട്ട് കാണുന്നുണ്ട് സൊസൈറ്റിയിൽ. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഫസ്റ്റ് ചോദ്യം. അതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഈ ഡിപ്രഷൻ ക്രിയേറ്റീവായിട്ടുള്ള ആളുകൾ കൂടുതൽ ഡിപ്രഷൻ പ്രോൺ ആണെന്ന് ഒരു തിയറി ഉണ്ട്, അത് എത്രമാത്രം ശരിയാണ്? ഈ ഡിപ്രഷനൊക്കെ ഈ പറയുന്ന നമ്മുടെ ലിവിങ് കണ്ടീഷനും ലിവിങ് സാഹചര്യങ്ങളും നമ്മളെ സോഷ്യൽ ഇൻട്രാക്ഷനും ഫാമിലി ഇൻട്രാക്ഷനും ഇതിലൊക്കെ പ്രോബ്ലംസ് വരുമ്പോഴാണ് ഈ ഡിപ്രഷനിലേക്ക് പോകുന്നത്. ഒരാൾ ഫാമിലിയായിട്ട് വെൽ കണക്റ്റഡ് ആണ്, സോഷ്യലി വെൽ കണക്റ്റഡ് ആണ്, അക്കാഡമിക്കലി വെൽ കണക്റ്റഡ് ആണെങ്കിൽ ഇതിൻ്റെ സാധ്യത എന്നും പറഞ്ഞ് ഡിപ്രഷൻ വന്നുകൂടാന്നില്ല, ആർക്ക് വേണമെങ്കിലും ഡിപ്രഷൻ വരാം. പക്ഷേ കൂടുതൽ പ്രത്യക്ഷമായിട്ട് വരുന്നത് ഈ ഒരു ഇതുപോലുള്ള സാഹചര്യങ്ങളാണ്. പിന്നെ സാഹചര്യങ്ങളാണ് ഡിപ്രഷൻ ഇൻഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് മരുന്ന് കഴിച്ച് മാറ്റാൻ പറ്റുമോ ഡിപ്രഷൻ? ചില മരുന്നുകൾ ചിലർക്ക് ആവശ്യം വരാം, പക്ഷേ മരുന്ന് മാത്രം പോരാ എന്നുള്ളതാണ്. ഇപ്പോൾ ആൽക്കഹോൾ ഇത് അഡിക്ഷൻ തന്നെ വരുന്നത് എന്തുകൊണ്ടാണ്? അതും ഈ ഫാമിലി സാഹചര്യങ്ങളും അവരുടെ ഇമോഷണലായിട്ടുള്ള പ്രോബ്ലംസും സാറ്റിസ്ഫാക്ഷൻ കുറവ് കൊണ്ടും ഫൈനാൻഷ്യലി ബാക്കിയുള്ള ഇഷ്യൂസ് എല്ലാം കൊണ്ടും. അപ്പോൾ ഇതെല്ലാം തന്നെ ആൽക്കഹോൾ അഡിക്ഷൻ കൂട്ടും. ആൽക്കഹോൾ അഡിക്ഷൻ എന്ന് പറയുമ്പോൾ ഏർലി പീരീഡാണ് ഒരു സിമുലേഷൻ തോന്നുന്നത്, മേ ബി ഹാഫ് ആൻ അവർ ഓൾസോ. അത് കഴിഞ്ഞാൽ ബ്രെയിൻ ഗോസ് ഇൻ ടു എ ഡിപ്രഷൻ. അത് കഴിയുമ്പോൾ ഇതിൻ്റെ ലാഗ് എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലൊരു ലാഗ് സ്റ്റേജിലേക്കൊക്കെ പറയും. പിന്നെ അതിൽ നിന്ന് വെളിയിൽ വരാൻ വേണ്ടി വീണ്ടും കുടിക്കുന്നുണ്ട്. ഇങ്ങനെ അതൊരു വിഷ്യ സർക്കിളായിട്ട് അങ്ങ് മാറുന്നു എന്നുള്ളതാണ്. ഈ ക്രിയേറ്റിവിറ്റിയും ഡിപ്രഷനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ക്രിയേറ്റിവിറ്റി ഡിപ്രഷനായിട്ട് ബന്ധമില്ല. ക്രിയേറ്റിവിറ്റി ഉള്ളവർ കൂടുതൽ ഡിപ്രഷൻ പ്രോൺ ആണോ? അങ്ങനെ പ്രത്യേകിച്ച് ക്രിയേറ്റിവിറ്റിയും ഡിപ്രഷനായിട്ട് ഡയറക്റ്റ്ലി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളതൊന്നുമില്ല. ചിലർ ചില മൂഡിൽ അവർക്ക് ക്രിയേറ്റിവിറ്റി കൂടുമായിരിക്കും.
ചില ക്രിയേറ്റീവ് ആക്ടിവിറ്റി കൊണ്ട് ഡിപ്രഷൻ കുറഞ്ഞെന്ന് വരും. അപ്പോൾ ഡിപ്രഷൻ കൊണ്ട് ക്രിയേറ്റിവിറ്റി കൂടിയെന്ന് പറയാൻ പറ്റില്ല. ക്രിയേറ്റിവിറ്റി ഇട്ട് കൊണ്ട് ഡിപ്രഷൻ കുറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാം. ഡോക്ടറെ, ശ്രീ എം ഡോക്ടറായിട്ടുള്ള റിലേഷൻ എങ്ങനെയാണ്? അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയിൽ ഡോക്ടറെ പറ്റി പറയുന്നുണ്ട്. നമ്മളെ മോഡൽ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ ജൂനിയർ ബാച്ചാണ്. പക്ഷേ അവിടെ അപ്പോൾ ജോലാസൻ റോഡുണ്ടല്ലോ, അവിടെ നമ്മൾ നെയ്ബേഴ്സായിരുന്നു. മുംതാസിൻ്റെ ഫാമിലിയും നമ്മൾ അക്രോസ് ദ റോഡായിരുന്നു. അപ്പോൾ വി ഹാവ് ബീൻ ടുഗദർ. സ്കൂൾ ഡേയ്സ് ഒരുമിച്ച് സ്കൂളിൽ പോകും, തിരിച്ചു വന്നാൽ ഒരുമിച്ച് കളിക്കും, ഒരുമിച്ച് പഠിക്കും. അങ്ങനെ അത് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അദ്ദേഹത്തിൻ്റെ ബുക്കിലൊക്കെ ഈ പൂർവ്വജന്മങ്ങളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അതിനെ ആസ് എ ഡോക്ടർ, ആസ് എ ന്യൂറോളജിസ്റ്റ് എങ്ങനെയാണ് അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക? അത് ഒരു സയൻറ്റിഫിക് ആർട്സിക്ക് വെച്ച് നമുക്ക് അളക്കാൻ പറ്റില്ല, പാടില്ല. അത് ദാറ്റ് ഇസ് എൻ്റയർലി ഡിഫറെൻറ്റ് ഏരിയ ഓൾ ടുഗദർ. നമ്മൾ അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുകയോ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അത് ശരിയോ തെറ്റോ എന്ന് തന്നെ നമുക്ക് അറിഞ്ഞുകൂടാം. കാരണം സയൻസ് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് അല്ലല്ലോ, സ്റ്റിൽ ഡെവലപ്പിംഗ്. ഈവൻ ഓരോ അവയവങ്ങളെപ്പറ്റിയും ശരീരത്തിനെ പറ്റിയും മനുഷ്യൻ്റെ ബിഹേവിയറിനെ പറ്റിയും ലാസ്റ്റ് വേർഡ് വന്നിട്ടില്ല. നമ്മൾ ഈ പെർസീവ് ചെയ്യുന്നത് വെള്ളയും മഞ്ഞയായിട്ട് കാണുന്നു, വെള്ളയും മഞ്ഞയാണോ എന്ന് ആര് പറഞ്ഞു? ഇറ്റ് മേ ബി ജസ്റ്റ് എ പെർസെപ്ഷൻ അല്ലേ? അപ്പോൾ അതുപോലെ നിറയെ കാര്യങ്ങൾ അൺട്രാവൽഡ് ആയിട്ടുള്ള ഏറെ കാര്യങ്ങളുണ്ട്. ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്. സയൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ നെവർ എൻഡിങ് കണ്ടിന്യൂസ് പ്രോസസ് which proves many of the old theories are wrong and new theories come into existence. Even that after some time becomes wrong. അപ്പോൾ ഇത് കണ്ടിന്യൂസ് പ്രോസസ്സാണ്, എൻഡ്ലെസ് പ്രോസസ്സാണ്. ബേസിക്കലി നമ്മൾ വളരെ കുറച്ച് നമുക്ക് അറിയൂ എന്നുള്ളതും ആ അറിവിനെ വെച്ചിട്ട് നമ്മൾ അറിയാത്തതിനെ ജഡ്ജ് ചെയ്യാൻ പോവുകയും ചെയ്യരുത്. എക്സാക്ട്ലി. ഡോക്ടറായിരുന്നു നമ്മുടെ ബാലഭാസ്കറിനെ ട്രീറ്റ് ചെയ്യുന്നത്. അന്നത് വലിയ ചർച്ചയായ ടേക്ക് us through. അത് എന്തായിരുന്നു അന്ന് പറ്റിയത്? കൊണ്ടുവരുന്ന സമയത്ത് തന്നെ ഓസി ഇങ്ങനെ ബാഡ് ഷേപ്പ്. അല്ല, പുള്ളിയുടെ സ്പൈനൽ കോഡ് മുകൾ ഭാഗം കൂടുതൽ, താഴെ ഡാമേജ് ഉണ്ടെങ്കിൽ കൈയും കാലം തളർന്നു. ഇത് കുറച്ചുകൂടെ മുകൾ ഭാഗമാണ് ബാധിച്ചിരുന്നത്. അത് ഇഞ്ചറി കമ്പാറ്റബിൾ വിത്ത് ലൈഫാണ്. പിന്നെ നമ്മൾ ഈ വെൻറ്റിലേറ്ററൊക്കെ ഇടുമ്പോൾ അതുമായിട്ട് കുറച്ച് നാളങ്ങ് നീട്ടിക്കൊണ്ട് പോകാമല്ലോ. അത് രക്ഷപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള പരിക്കുകളെല്ലാം. അത് ഈ മേൽഭാഗം അഫക്റ്റഡ് ആവുന്ന എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രെയിൻ അഫക്റ്റഡ് ആണെന്ന്. ബ്രെയിനിൻ്റെ ഈ മിഡില ആ ഭാഗമൊക്കെ സ്വെല്ലിംഗ് ഉണ്ടായിരുന്നു. കഴുത്തിൻ്റെ അപ്പുറം ഈ ശ്വാസോച്ഛ്വാസം നിയന്ത്രിക്കുന്ന C4 എന്നുള്ള ലെവലാണ്. അപ്പോൾ ആ ഭാഗമൊക്കെ ചതഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെസ്പിറേഷൻ തന്നെ ഫുള്ളായിട്ടില്ല, വെന്റിലേറ്റർ സപ്പോർട്ടിലാണ് ബ്രീത്തിങ് നിലനിർത്തിയത്. ഹാർട്ട് ഓഫ് കോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ ഹാർട്ടൊക്കെ ലാസ്റ്റ് ബാധിക്കുന്ന ഓർഗൻസാണ്. ദാറ്റ് വാസ് എ ഫേറ്റൽ ഇഞ്ചറി. ഒന്നും ചെയ്യാൻ പറ്റുന്നല്ല. കൊണ്ടുവരുമ്പോൾ തന്നെ ആണോ? ഈ ബൈക്ക് ആക്സിഡന്റ് വിക്ടിംസിനെ കുറിച്ച്, ബൈക്ക് ആക്സിഡന്റ് ഹെൽമെറ്റ് വെക്കാതെ പോയി ബൈക്ക് ആക്സിഡന്റ് ആണ് ഹെഡ് ഇഞ്ചറി വരുന്നത്, അത് ഡോക്ടർ ധാരാളം കാണുന്നില്ല. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? എങ്ങനെയാണ് ആ സ്റ്റേജ് അവർ പോകുന്നതും മിക്ക ആളുകളുടെയും ഒരു ഫൈനൽ ഒരു എങ്ങനെയാണ് ഔട്ട്കം എങ്ങനെയാണെന്നുള്ളത്? ഈ ബൈക്ക് ഈ ആക്സിഡൻറ്റിൻ്റെ ബേസിക് ഫിസിക്സ് എന്ന് പറയുന്നത് എനർജി ഈക്വൽസ് മാസ് ഇൻ ടു വെലോസിറ്റി അല്ലേ? മാസ് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുമ്പോൾ എനർജി ഉണ്ടാകുന്നു. ഈ എനർജി ഹാസ് ടു ഗെറ്റ് ഡിസിപ്പേറ്റഡ്. അപ്പോൾ എനർജി ഡിസിപ്പേറ്റ് ആകുമ്പോൾ ഡാമേജ് ഉണ്ടാകുന്നു. ദാറ്റ്സ് വാട്ട് ഹാപ്പൻസ്. അപ്പോൾ ഈ എനർജി അങ്ങനെ ഇറ്റ് കനോട്ട് സ്റ്റാൻഡ് ആസ് ഇറ്റ് ഈസ്, ഇറ്റ് ഹാസ് ടു ബി സ്പെൻഡ്. അപ്പോൾ അത് കഴുത്തിലും തലയോടിലും എല്ലുകളിലൊക്കെ ആക്ട് ചെയ്ത് അതൊക്കെ പൊട്ടുന്നു എന്നുള്ളതാണ് ബേസിക്. ഒരു വാക്കി പറയുകയാണെങ്കിൽ ദാറ്റ്സ് വാട്ട് ഹാപ്പൻസ്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ബ്രെയിന് പെയിൻ സെൻസ് ചെയ്യാറില്ല ഒരു ബിയോണ്ട് ഒരു ലെയർ കഴിഞ്ഞാൽ, അതുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? നമ്മുടെ ശരീരത്തിൽ പെയിൻ സെൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു ഓർഗൻ എന്ന് പറയുന്നത് തലച്ചോറാണ്. കാരണം തലച്ചോറ് തന്നെയാണ് പെയിൻ പെർസീവ് ചെയ്യേണ്ട ഓർഗൻ, തലച്ചോറിൻ്റെ ചില ഭാഗങ്ങൾ. അപ്പോൾ തലച്ചോറിലെ ഈ പെയിനൊക്കെ നമ്മൾ സെൻസ് ചെയ്യുന്ന അതിനൊക്കെ പെയിൻ റിസപ്റ്റേഴ്സ് ഉണ്ട്. ടച്ച് റിസപ്റ്റേഴ്സ്, വൈബ്രേഷൻ റിസപ്റ്റേഴ്സ്,
ഇങ്ങനെ പല സെൻസറി റിസപ്റ്റേഴ്സ് ഉണ്ട്. അതെല്ലാം ശരീരത്തിലുള്ള ഭാഗങ്ങളൊക്കെ അത് പെർസീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ റിസപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റഡ് ആകുമ്പോൾ അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആകുമ്പോൾ ദാറ്റ് മെസ്സേജ് ഗോസ് ടു ദ ബ്രെയിൻ ആൻഡ് ബ്രെയിൻ ഫൈനലി ഇൻ്റർപ്രറ്റഡ് ആസ് പെയിൻ ഓർ നംനെസ് എന്നായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യും. പക്ഷേ ബ്രെയിനകത്ത് ഈ റിസപ്റ്റേഴ്സ് ഇല്ല. ബ്രെയിനിൽ ഈ റിസപ്റ്റേഴ്സ് ഇല്ലാത്തതുകൊണ്ട് ബ്രെയിൻ കനോട്ട് പെർസീവ് പെയിൻ, ബട്ട് ഇറ്റ് ക്യാൻ ഇൻ്റർപ്രറ്റ് ഇറ്റ് മറ്റുള്ള ശരീരത്തിൻ്റെ ഭാഗങ്ങളിലൊക്കെ ആയിട്ട്. ബ്രെയിനിലെ ഒരു ലെയർ കഴിഞ്ഞാൽ പിന്നെ പലപ്പോഴും എന്താ അനസ്തീഷ്യ തന്നെ കൊടുക്കേണ്ടി വരാറില്ല. നമ്മളെ തൊലിയും സ്കൾബോർഡും അതിന് അടുത്ത് കഴിഞ്ഞാൽ ഒരു ആവരണം ചെയ്യുന്ന ഒരു പാട പോലെയുണ്ട്. അതും കടന്നു കഴിഞ്ഞാൽ പിന്നെ whatever you do, patient may not know. ഈ സ്ട്രോക്കും ഹെമറേജും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ സ്ട്രോക്ക് എന്ന് പറയുന്ന ഒരു ജനറൽ ടേമാണ്. അതിൽ 3 types ഓഫ് തിങ്സ് ആണ്. ഒന്ന് എംബോളിക് സ്ട്രോക്ക് എന്ന് വെച്ചാൽ ഹാർട്ടിൽ നിന്നോ കാലിൽ വേറെ എവിടെ നിന്നെങ്കിലും ഒരു കരട് പോയി തലയിലെ രക്തക്കുഴൽ ബ്ലോക്ക് ചെയ്യുന്നത്, ദാറ്റ് ഈസ് എംബോളിക് സ്ട്രോക്ക്. വേറെ ഒന്ന് രക്തക്കുഴൽ പൊട്ടിയിട്ട് ബ്ലീഡിങ് ഉണ്ടാകുന്നത്, ഹെമറാജിക് സ്ട്രോക്ക്. പിന്നെ മൂന്നാമത്തത് രക്തക്കുഴൽ അടയുന്നത്, കൊളസ്ട്രോൾ കാലക്രമേണ അത് കുറച്ചായിട്ട് ബ്ലോക്ക് ചെയ്ത് കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്യുന്നു, അത് ഇൻഫാക്റ്റ്. അങ്ങനെ 3 രീതിയിലുണ്ട്. അല്ല, ഇപ്പോൾ സ്ട്രോക്കിനെ നമ്മൾ ട്രാൻസിയന്റ് ഇസ്കെമിക് അറ്റാക്ക് എന്നാണ് പറയുന്നത്. ചെറുതായിട്ട് ഞാൻ പറഞ്ഞില്ല, ചില വാർണിംഗ് സിഗ്നലായിട്ടൊക്കെ വരുന്ന ട്രാൻസിയന്റ് ഇസ്കെമിക് അറ്റാക്ക്. സംസാരം കുറച്ച് നംനെസ് വരുന്ന, കൈ കുറച്ച് സമയം അനക്കാൻ പറ്റുന്നില്ല, തലകറക്കം ഉണ്ടാകുന്ന, കാഴ്ച കുറച്ച് നേരത്തേക്ക് ബാധിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ചില ഫങ്ഷൻസ് ടെമ്പററി ആയിട്ട് ബാധിക്കുന്ന ട്രാൻസിയന്റ് ഇസ്കെമിക് അറ്റാക്ക്. പിന്നെ വളരെ സ്ലട്ടറിങ്, ഒരു സ്റ്റേജായിട്ട് കൂടുതൽ വരുന്നുണ്ട്, പെർമനൻറ്റ് ഇതായിട്ട് വരുന്നു. പിന്നെ അബ്സല്യൂട്ട് സ്ട്രോക്കിലേക്ക് അത് പോകുന്നുണ്ട്. അപ്പോൾ ഈ 4 hours ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ അത് റിവേഴ്സിബിളാണ്. ഇപ്പോഴത്തെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റും മെഡിക്കൽ അവൈലബിലിറ്റി വെച്ച് നോക്കുമ്പോൾ 4 hours ഗോൾഡൻ. ഡോക്ടർ, ആദ്യം സ്ലീപ്പിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി പറഞ്ഞിരുന്നു. അപ്പോൾ ഈ നമ്മൾ സർക്കാഡിയം റിതം എന്ന് പറയുന്നുണ്ടല്ലോ, അത് എല്ലാവർക്കും ഒരുപോലെയാണോ, ഒരേപോലെയാണോ ഉറക്കം വേണ്ടതും? ചിലർക്ക് 4 മണിക്കൂർ മതി എന്ന് പറയുന്നു, ചിലർക്ക് 8 മണിക്കൂർ, ഐഡിയലി 8 മണിക്കൂർ, 7 to 8. ഒരു 7 to 8 hours സ്ലീപ്പ് ആവശ്യമാണ്, എല്ലാവർക്കും ആവശ്യമാണ്. എല്ലാവർക്കും. അത് ചിലപ്പോൾ നമ്മൾ രാത്രി ഒരേ കിടന്ന് 7-8 മണിക്കൂർ ഉറങ്ങണമെന്നില്ല. ചിലപ്പോൾ ഒരു ആഫ്റ്റർനൂൺ നാപ്പോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതും സ്ലീപ്പ് തന്നെയാണ്. പക്ഷേ ഒരു 8 മണിക്കൂർ സ്ലീപ്പ് ആവശ്യമാണ്. പിള്ളേർക്ക്, ഈ ഗ്രോയിങ് സ്റ്റേജിലുള്ള പിള്ളേർക്ക് മോർ സ്ലീപ്പ് ഈസ് റിക്വയർഡ്. കാരണം മെറ്റബോളിക് ആക്ടിവിറ്റീസ് കൂടുതൽ നടക്കണമെങ്കിൽ ബോഡി ഹാസ് ടു റെസ്റ്റ്. അതുപോലെ ഓൾഡ് ഏജിലേക്ക് പോകുമ്പോഴും യു നീഡ് മോർ സ്ലീപ്പ് ഫോർ റിപ്പറേറ്റീവ് ആക്ഷൻ. കാരണം മെക്കാനിസംസൊക്കെ സ്ലോ ഡൗൺ ചെയ്യുന്നതുകൊണ്ട് നോർമലി 8 hours. അത് ഒറ്റ സ്ട്രെച്ചിൽ ആകാം, അല്ലെങ്കിൽ ഇടയ്ക്കുള്ള നാപ്പും കൂടെ വരുമ്പോൾ അതും സ്ലീപ്പായിട്ട് കൺസിഡർ ചെയ്യാം. പക്ഷേ സൗണ്ട് പെർഫെക്റ്റ് സ്ലീപ്പ് ഈസ് ഓൾവേസ് ഗുഡ്. ഒരു പേഴ്സണൽ ഇത് ആസ് എ ന്യൂറോ സർജൻ ഡോക്ടറുടെ ഒരു ബ്രെയിൻ ഹെൽത്തിന് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊന്ന് പറയാമോ? ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഐ കീപ് മൈസെൽഫ് ആക്റ്റീവ്, അത്രേ ഉള്ളൂ. ഫിസിക്കലി ആൻഡ് മെൻ്റലി ആക്റ്റീവ്.